So, good evening all. Good evening. Yes. Hello. Good evening. Good evening. Sisters World. Okay. So, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? സോ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിനി കുറേ കാര്യങ്ങൾ ഒന്നുകൂടെ മോഡൽ എക്സാമിനെ ബേസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇത്രയും നടന്ന എക്സാംസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളുടെ പ്രിപ്പറേഷൻസ് പോകാൻ. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഏത് പോർഷനാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. എൻ്റെ പേര് ജിഷ്ണു ഗോപിനാഥൻ. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഏതാ? നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റിൽ നമുക്ക് ടോട്ടൽ 3 യൂണിറ്റ് ഉണ്ട്. 3 യൂണിറ്റുകളിലും കൂടെ ആയിട്ട് വി ആർ ഹാവിങ് ടോട്ടൽ 9 ചാപ്റ്റേഴ്സ്. ഇൻ ദാറ്റ് 3 of them are poems. So we are going to discuss the rest 6 chapters. ഇന്ന് ആ ഒരു 6 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, ഗ്രാമർ ഉണ്ടോ? ഇല്ല, ഗ്രാമർ ഇല്ല കേട്ടോ പ്രിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ ഗ്രാമർ ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, തംബ്നെയിലുള്ളതുപോലെ തന്നെ എന്താ കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷനാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് പാർട്ടാണ്. പാർട്ട് 1 നമുക്ക് എന്ത് പറയാൻ പറ്റും? പാർട്ട് 1 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 ആണ്. രണ്ട് രീതിയിൽ നമുക്ക് പാർട്ട് 1 പറയാം. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺലി ദ ഫസ്റ്റ് പാർട്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ 2 പാർട്ട് ടെക്സ്റ്റ് ഉണ്ട്. ആസ് യു ഓൾ നോ ദാറ്റ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? നമ്മളുടെ 10th നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഏത്? ഫസ്റ്റ് ചാപ്റ്റർ. ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാൻ പറ്റുന്ന കാര്യമാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് യൂണിറ്റ് 1. യൂണിറ്റ് 1ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നത്. യൂണിറ്റ് 1 ഈസ് ഹാവിങ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും യൂണിറ്റ് 1ലെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആൻസേഴ്സ്, ഈച്ച് ആൻഡ് എവറിത്തിങ് യു നീഡ് ടു ലേൺ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് പറയുമോ? യെസ്, ക്യാരക്ടർ സ്കെച്ച് എല്ലാം പറയാം കേട്ടോ. നമ്മൾ ഇന്നെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാരക്ടർ സ്കെച്ച്, ഡയറി, ലെറ്റർ റൈറ്റിംഗ്, അതേപോലെ തന്നെ നോട്ടീസ്, എവറിത്തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. And also we are going to discuss about how to write it in an easy manner, how the chapter is. ഇപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് അറിയില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ആ കണ്ടൻറ്റ്, അങ്ങനെ കംപ്ലീറ്റ് സെറ്റ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ എൻറ്റയർ തിങ് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം എ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ നമ്മൾ പഠിക്കുന്ന സമയത്ത് വെൻ വി ആർ അബൌട്ട് ടു ലേൺ ദ ചാപ്റ്റർ വി നീഡ് ടു നോ സംതിങ് ഇൻ ദ സെറ്റിംഗ്. അതിനേക്കാൾ മുൻപ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആരെയാ എഴുതിയിട്ടുള്ളത്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഹൂ ഇസ് ദ ഓഥർ? ജസ്റ്റ് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ, ആരാണ് ഓഥർ? ഹൂ ഇസ് ദ ഓഥർ ഓഫ് അവർ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ? വേഗം ആരാ ഓഥർ എന്ന് പറഞ്ഞത്? യെസ്, റസ്കിൻ ബോണ്ട്. ലെറ്റർ റൈറ്റിംഗ് ഫോർമാറ്റ് എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ എല്ലാം എന്താ ഓരോ ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫോർമാറ്റും ഇതിലുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റർ സ്നേക്ക് ആൻഡ് ദ മിറർ. സ്നേക്ക് ആൻഡ് ദ മിറർ എന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാ? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് ചോദിക്കേണ്ട ഫോർമാറ്റ് എങ്ങനെ? അത് കഴിഞ്ഞ് അടുത്തൊരു ചാപ്റ്റർ നമ്മുടെ പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് ടൈഗറിന് ഒരു റിക്വസ്റ്റ് ലെറ്റർ ചോദിക്കാം. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെ? പിന്നെ അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ മെയിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് വാട്ട്സ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദാറ്റ് ടോപ്പിക്, ദ നെയിം, ദ കണ്ടൻറ്റ്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പോകുന്നത്. ഓക്കെ, സോ വേഗം ഇത് പറഞ്ഞേ. യെസ്, നോട്ട് കമ്മ്യൂണിറ്റി ലിങ്കിൽ ഇടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഈ ഒരു നോട്ട് ഷെയർ ചെയ്യാം. സോ ആരാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എഴുതിയത്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു നോട്ട് ഈസ്, നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചാലും, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എഴുതിയത് ആരാണ്? റസ്കിൻ ബോണ്ട്. ദെൻ നമ്മൾ അടുത്ത ചാപ്റ്റർ എടുത്തു. ഏത് അടുത്ത ചാപ്റ്റർ? The Snake and the Mirror. Snake and the Mirror was written by Rabindranath Tagore. Then next chapter, Project Tiger. Project Tiger was written by ആരാണ്? സത്യജിത്ത് റേ. Then The Best Investment Ever Made. അതാരാ എഴുതിയത്? The Best Investment I Ever Made was written by who? Dr. A.J. Cronin. Then next chapter, ഏതാ? The Danger of a Single Story. It's a speech which is spoken by Chimamanda Ngozi Adichie. Likewise, we need to know each and everything.
നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്കിപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചത് ഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് ഫോർമൽ ലെറ്റർ തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സംടൈംസ് ചിലപ്പോൾ ഫോർമൽ ലെറ്റർ ചോദിക്കാം, സംടൈംസ് ഇൻഫോർമൽ ലെറ്റർ ആവാം, ചിലപ്പോൾ എന്തായിരിക്കാം ലെറ്ററേ ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ചിലപ്പോൾ ലെറ്ററിന് പകരം എന്ത് ചോദിക്കാം, ഡയറി ആവാം, സംടൈംസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആവാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമ്മൾ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, കംപ്ലയിൻറ്റ് ലെറ്റർ, റിക്വസ്റ്റ് ലെറ്റർ, എവറി ലെറ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. സോ ലെറ്റ്സ് ബിഗിൻ. എന്താ സമ്മറി ഓഫ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇത് നോക്കിയേ, സെറ്റിംഗ്. ആദ്യം തന്നെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് എ നോട്ട് അബൌട്ട് ദിസ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ചെറിയൊരു നോട്ട് എഴുതണം. നമ്മളൊരു നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു നോട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? ഓക്കെ, നമ്മൾ ഈ ഒരു നോട്ട്, സോറി കേട്ടോ, വൈക്കം മുഹമ്മദ് ബഷീർ, സ്നേക്ക് ആൻഡ് ദ മിറർ. ഓക്കെ, സമ്മറി ഓഫ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം? വി നീഡ് ടു നോട്ട് അബൌട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോട്ട് അബൌട്ട് ദ സെറ്റിംഗ്. എവിടെയാണ് ആ ഒരു ചാപ്റ്റർ, എവിടെയാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് നടക്കുന്നത്? വേർ ഈസ് ഇറ്റ് ഹാപ്പണിങ്? വേർ സെറ്റിംഗ്. The story takes place in an old house with a large banyan tree where the narrator, a young boy, spends most of his time. എവിടെ നമ്മുടെ ഈ ഒരു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ നടക്കുന്നത്? The chapter is happening, the incident is happening in a village. ഓക്കെ, നമ്മൾ എവിടെയാണ് അത് ഹാപ്പൻ ചെയ്യുന്നത്? ഇറ്റ്സ് ഹാപ്പണിങ് ഇൻ എ വില്ലേജ്. ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ ആൻ ഓൾഡ് ഹൗസ് വിത്ത് എ ലാർജ് ബനിയൻ ട്രീ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ? ദ മോസ്റ്റ് ഹൈലൈറ്റ്ഫുൾ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ബനിയൻ ട്രീ. ആ ഒരു ബനിയൻ ട്രീക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. വേർ ദ നറേറ്റർ, എ യങ് ബോയ്, സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് ആരെ പറ്റിയാണ്? ദ ചാപ്റ്റർ ഇസ് ബീൻ സ്പീക്കിംഗ് അബൌട്ട് ആൻ യങ് ബോയ്. ആരെ യങ് ബോയ്? ഇവിടെ ഒരു യങ് ബോയിനെ പറ്റി പറയുന്നുണ്ട്. ആരാണ് ഈ യങ് ബോയ്? ഹൂ ഈസ് ദാറ്റ് യങ് ബോയ്? വേഗം ഒന്ന് പറഞ്ഞേ, ആരാണ് ഇവിടുത്തെ യങ് ബോയ് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ്സ് നൺ അദർ ദാൻ റസ്കിൻ ബോണ്ട്, ദ ഓദർ ഇറ്റ്സെൽഫ്. നമ്മുടെ ഓദർ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലെ നറേറ്റർ. ദെൻ അടുത്ത് നോക്കിയേ, ദെൻ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദ ബനിയൻ ട്രീ. എന്ത് ഈ ബനിയൻ ട്രീയുടെ സ്പെഷ്യാലിറ്റി? ദ ട്രീ ബിക്കം ദ ബോയ്സ് പ്രൈവറ്റ് സ്പേസ് വേർ ഹി ഒബ്സർവ്സ് നേച്ചർ ആൻഡ് എൻജോയ്സ് ദ സോളിറ്റ്യൂഡ്. എന്താ പറയുന്നത്? ആ ഒരു സ്പേസ് ഈ ഒരു ആൺകുട്ടിക്ക്, ഈ ഒരു റസ്കിൻ ബോണ്ടിന് എന്താണ്? ഹീ ഈസ് ഫീലിംഗ് മോർ ആൻഡ് മോർ കംഫർട്ട് വൈൽ ഹി വാസ് സിറ്റിംഗ് ഇൻ ദാറ്റ് ബനിയൻ ട്രീ. ഹി ഹാസ് ഈവൻ മെയ്ഡ് എ സ്മോൾ ഹൗസ് ഓൺ ദ ടോപ്പ് ഓഫ് എ ട്രീ. ഒരു ചെറിയൊരു ഏർമാടം അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു ഏരിയ ആ ഒരു ബനിയൻ ട്രീയുടെ മുകളിൽ തന്നെ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ബീൻ കോൾഡ്, ഇറ്റ്സ് ഹിസ് പ്രൈവറ്റ് സ്പേസ്. എന്താ പ്രൈവറ്റ് സ്പേസ് കൊണ്ട് പറയാൻ കാരണം? ബിക്കോസ് no one was able to climb to the top of the tree. ആർക്കും തന്നെ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നില്ല. Only the boy, then some of his pets and also some books was only with him. So the boy is telling that it's his private space. അതെൻ്റെ പ്രൈവറ്റ് ഏരിയ ആണ്, അവിടെ വേറെ ആരും വരില്ല എന്ന് അവൻ പറയുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, ഒബ്സർവിങ് ദ വൈൽഡ് ലൈഫ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് വി ഫീൽ ദാറ്റ് വി ആർ ഇൻ ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. നമ്മൾ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ താഴെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന, ചിലപ്പോൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ 3rd ഫ്ലോർ അല്ലെങ്കിൽ 4th ഫ്ലോറിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് കാണാം, കുറേ സ്റ്റുഡൻസ് പോകുന്നത് കാണാം, ടീച്ചേഴ്സിനെ കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇവിടെയും, ഒബ്സർവിങ് ദ വൈൽഡ് ലൈഫ്. ഈ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ what's the main duty about him? The main duty for the child is to observe. ഈ ഒരു റസ്കിൻ ബോണ്ടിന് എന്ത് ചെയ്യാൻ തന്നെയാണ്? He is observing. He is just observing what all things are there. He noticed various creatures. എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ക്രീച്ചേഴ്സ്, വേരിയസ് ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ദ സ്ക്വിറൽസ്, ബേർഡ്സ്, സ്നേക്സ്, ഫോമിങ് ആൻ എക്കോസിസ്റ്റം ഇൻ ദ ട്രീ. ആ ഒരു മരത്തിൽ തന്നെ എന്തുണ്ട്? ഒരുപാട് മൃഗങ്ങളും അനിമൽസും ബേർഡ്സും അതുപോലെ തന്നെ ഉള്ളുന്നുണ്ട്. ഓൾസോ ഹീസ് ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് നേച്ചർ, വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ്, എവറിഥിങ് ഹീസ് ബീൻ നോട്ടീസ്ഡ് ഫ്രം ദാറ്റ് ട്രീ ഓർ ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ദ ഫൈറ്റ് സീൻ. ഓക്കെ, എന്താ? ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ mongoose, the fight between the snake
സ്നേക്ക് ആൻഡ് ദ മംഗൂസ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള നമ്മുടെ SLC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്. സ്നേക്കും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ എന്താണ്? നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കി. ദ കോബ്ര ആൻഡ് ദ മംഗൂസ് ഫൈറ്റ്. ദ മോസ്റ്റ് ത്രില്ലിംഗ് മൊമെന്റ് ഒക്കേഴ്സ് വെൻ ദ ബോയ് വിറ്റ്നസസ് എ ഫാസ്റ്റ് ബാറ്റിൽ ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് മംഗൂസ്. ആ ഒരു ചാപ്റ്റർ നോർമലി പോയിക്കൊണ്ടിരുന്ന ചാപ്റ്റർ എന്ത് ചെയ്തു? ഓൺ എ സഡൻ, ഓൺ എ സ്പോട്ട്, ദ എൻറ്റയർ തിങ് കീപ് ചേഞ്ചിങ്. പെട്ടെന്ന് ആ ഒരു ചാപ്റ്ററിൽ എന്ത് സംഭവിച്ചു? ഒരുപാട് മാറ്റങ്ങൾ വന്നു. സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ്. ദെൻ എന്താ? ഹീ ഈസ് മീറ്റിംഗ് ദാറ്റ് ഫൈറ്റ് സീൻ. ആ ഒരു ഫൈറ്റ് സീൻ കാണുകയാണ്. ഹൂ ഈസ് ദ വിന്നർ? എന്നിട്ട് ആരാ വിൻ ചെയ്തത്? ഹൂ ഈസ് ദ വിന്നർ? മംഗൂസ് ആണോ സ്നേക്ക് ആണോ? യു ഓൾ നോ ദാറ്റ് ഫ്രം ദ ഏർലിയർ ടൈം ഓൺവേർഡ്സ്, പണ്ട് കാലം മുതൽ എന്താ, സ്നേക്ക് ആൻഡ് മംഗൂസ് ആർ എനിമി. ഓക്കെ, ഹിയർ ഹൂ ഈസ് ദ വിന്നർ? ദ ബോയ് ഈസ് ബീൻ നോട്ടീസിങ് എവറിഥിങ് ഫ്രം ദ പ്ലാറ്റ്ഫോം ഹി ഹാസ് മെയ്ഡ്. അവൻ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഫൈറ്റ് സീനും കാണുന്നുണ്ട്. ബട്ട് ഹൂ ഈസ് ദ വിന്നർ? സ്നേക്ക് ആണോ വിന്നർ അതോ മംഗൂസ് ആണോ വിന്നർ? ഹൂ ഈസ് ദ വിന്നർ? യെസ്, മംഗൂസ്. മംഗൂസ് വാസ് ദ വിന്നർ. ബട്ട് ദ പോർ സ്നേക്ക് ട്രൈഡ് വെരി വെൽ. പക്ഷേ നമ്മുടെ പാമ്പ് വിട്ടുകൊടുത്തു, കോബ്ര. ബട്ട് ദ സ്നേക്ക് ട്രൈഡ് വെരി വെൽ. നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് ഹീ ഹാസ് ടു ലോസ് ഹിസ് ലൈഫ്. There was some person who was witnessing the match. ആ ഒരു ഫൈറ്റ് സീൻ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആരാ അത്? വേഗം ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. യെസ്, മംഗൂസ് ഈസ് ദ വിന്നർ. ദെൻ there were some people who were witnessing the match, not match, the fight scene. ആ ഒരു ഫൈറ്റ് സീൻ കാണുന്ന നമ്മുടെ ബോയിനെ കൂടാതെ വേറെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. rather than narrator, there was some other person also who was witnessing the match or the fight scene. Who was that? Crow മാത്രമേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു ക്രോ, അമീന. യെസ്, ആരൊക്കെയുണ്ട്? ദർ ആർ 2 person. ആരൊക്കെയാ? ക്രോ ആൻഡ് മൈന. വി നീഡ് ടു സേ ദാറ്റ് ദ 2 person were witnessing the match. There were 2 person to watch the match. One was crow and the second one was myna. Okay, jungle crow and myna. Yes, but was at the end only one was there. What happened to the another? ഈ ഒരു കഥയുടെ പകുതി ഈ ഫൈറ്റ്സിനൊക്കെ കഴിയാറാവുന്ന സമയത്ത് there was only one person. What happened to another? ആകെ ഒരാൾ മാത്രമായി. ഒരാൾക്ക് എന്ത് സംഭവിച്ചു? What happened? യെസ്, ക്രോ ആൻഡ് മൈന. അതൊക്കെ കറക്റ്റാണ്. ക്രോ ആൻഡ് മൈനയാണ് വിറ്റ്നസ് ചെയ്യുന്നുണ്ടായിരുന്നത്. രണ്ടാളും അവസാനം വരെ മാച്ച് കാണാനുണ്ടായിരുന്നോ? were the 2 person to watch the match at the end? No, there was only 1 person. What happened to another? ആകെ ഒരാൾ മാത്രമേ മാച്ച് കാണാനുണ്ടായിരുന്നുള്ളൂ. വേറെ ആൾക്ക് എന്ത് സംഭവിച്ചു? പ്രിയ, അബി, ദെൻ അമീന. വേഗം ആൻസർ പറഞ്ഞേ. അക്കു, വേഗം. യെസ്, എന്ത് സംഭവിച്ചു? ദ ക്രോ ഡൈഡ്. യെസ്, കറക്റ്റ്. എന്ത് സംഭവിച്ചു? നമ്മുടെ കാക്ക, നമ്മുടെ ക്രോ എന്ത് പറ്റി? ദ ജംഗിൾ ക്രോ ഹാസ് ഡൈഡ് ബിക്കോസ് ദ ക്രോ വാസ് ഹാവിങ് മച്ച് ഇൻറ്റൻഷൻ ആൻഡ് വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ഫൈറ്റ് ആൻഡ് ഷീ വാസ് വാച്ചിങ് ഇറ്റ് ക്ലോസർ. അറ്റ് ദാറ്റ് ടൈം ഡ്യൂ ടു ദ ഫൈറ്റ് സീൻ വാട്ട് ഹാപ്പൻ? ദ ക്രോ ലോസ് ഇറ്റ്സ് ലൈഫ്. എന്താ ഫൈറ്റിൻ്റെ അടിപ്പെട്ടിട്ട് എന്താണ്? ക്രോ കോൾഡ് ടു ദ സ്നേക്ക് ആൻഡ് ഡൈഡ്. എന്താ അവസാനം ആ ഒരു ക്രോയിന് എന്ത് ചെയ്തു? ആ ഒരു ക്രോ മരിച്ചുപോയി. ദെൻ അടുത്തത് who was the win? Then other spectators. Then spectators in the sense it means the viewers. A myna and a crow was observing the fight, occasionally intervening. Then mongoose win. ആരാണ് ശരിക്കും മാച്ചിൽ ജയിച്ചത്? Who really won in the match? The mongoose won the match. Mongoose won. The mongoose ultimately kills the cobra, showcasing its agility and intelligence. അവസാനം നമ്മുടെ മംഗൂസ് തന്നെ എന്ത് ചെയ്തു? നമ്മുടെ മംഗൂസ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. Then connection with nature. Adventures in a banyan tree is a chapter which is having a complete connection with nature. How can we say from the beginning of the chapter itself, we are noticing the importance of banyan tree. ആ ഒരു banyan treeയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നുണ്ട്. യെസ്, banyan treeയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നുണ്ട്. Then what all things are happening? Then we can see that the banyan tree is completely flourished with various of birds, animals, and also it's completely filled with the fruits. And also lot of crowd was in the banyan tree. നല്ല രീതിയിൽ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു banyan ട്രീയിൽ എന്ന് പറയുന്നുണ്ട്. Then അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, there was
a small squirrel and also a small rat was there in that home, and also a pet for that Ruskin Bond. നമ്മുടെ നറേറ്റർക്ക് പെറ്റായിട്ട് എന്തുണ്ട്, ഒരു ചെറിയൊരു സ്ക്വിരലും അതേപോലെ തന്നെ റാറ്റും ഉണ്ട്. അതിൻ്റെ ഒരു ഇൻസിഡൻറ്റും പറയുന്നുണ്ട്. ദ ബോയ് ലേൺ വാല്യുബിൾ ലെസൺസ് അബൌട്ട് സർവൈവൽ, അഡാപ്റ്റേഷൻ ആൻഡ് ദ ബാലൻസ് ഓഫ് നേച്ചർ. എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ബോയ് പഠിച്ചത്? ദ ബോയ് ലേൺസ് വാല്യുബിൾ ലെസൺസ് അബൌട്ട് സർവൈവൽ, അഡാപ്റ്റേഷൻ ആൻഡ് ദ ബാലൻസ് ഓഫ് നേച്ചർ. ഈ ഒരു നേച്ചറിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ വാല്യൂ ഓഫ് ലൈഫ്, അബൌട്ട് സർവൈവൽ. ബിക്കോസ് എന്താ, ഒരു പാമ്പ്, ഒരു പാമ്പ്, ഒരു മംഗൂസ്. There was a snake and a mongoose. And at the fight, what happened? One need to give up its life. എന്താ, വെറുതെ ഒന്ന് ഫൈറ്റ് ചെയ്ത് എന്ത് സംഭവിച്ചു? The snake has died. The boy learned valuable about the survival, how to survive, about the values of survival the boy learned. Then the boy learns about the adaptation, adapting one thing, adaptations പറ്റി പഠിച്ചു. Then the balance of nature, what all things are happening in the nature, the boy learns about that. Then moral of the story. What's the moral of the story? The story highlights the beauty of nature, the importance of observation, and how every creature plays a role in the ecosystem. എന്താ പറയുന്നത്? Yes, white baby squirrel. It's the most important thing. എന്താ സംഭവിച്ചത്? അവിടെ ഒരു വൈറ്റ് കളർ ബേബി സ്ക്വിറൽ ഉണ്ടായി. ആ ഒരു വൈറ്റ് കളർ സ്ക്വിറൽ ഉണ്ടായ സമയത്ത് ഹീസ് തിങ്കിങ് ദാറ്റ് എ വൈറ്റ് കളർ ബേബി സ്ക്വിറൽ, ബിക്കോസ് with the narrator there was always a rat and a squirrel. Rat and a squirrel were thick friends also. And at last what happened? A new changes occurred in the nature. A new animal has formed, white baby squirrel. Yes, എന്താ, ഒരു വെള്ള കളറുള്ള ഒരു ബേബി സ്ക്വിറൽ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ കാണുന്നത്. Okay, moral of the story. Just take it as a funny side. The moral, the story highlights the beauty of nature, the importance of observation, and how every creature plays a role in the ecosystem. What happened? The story highlights the beauty of nature. The story mainly highlighting. This moral is important. Just you can note it down. The moral. Okay, the moral of the story. What's the moral of the story? The story highlights the beauty of nature. The story is highlighting about the importance, the beauty, what all special things are there in nature. ഈ ഒരു നേച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. The story highlights the beauty of nature, the importance of observation, and how every creature plays a role in the ecosystem. അതേപോലെ തന്നെ ഓരോ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ what are the job roles, what are the duties, what are the responsibilities of each and every person, they are highlighting it also. Okay, ഇതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, a small note about the summary of adventures in a banyan tree. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയായിരുന്നു? Which all type of questions can be asked from this chapter? Okay, narrate the fight between snake and mongoose. Narrate the fight between snake and mongoose. Then write a write-up based on the chapter. Highlighting the importance of nature. Then അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം? നെക്സ്റ്റ്, write the newspaper report highlighting the incident of white color squirrel. Highlighting the white color squirrel.
ഫ്രേസൽ വെർബ്സ് ഒക്കെ നമുക്ക് ഗ്രാമർ സെക്ഷനായിട്ട് അടുത്തൊരു പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ ശ്രേയ, ചാപ്റ്റർ മാത്രമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ദ ബോയ് write to his friend about the incident that he saw from the platform. Write the diary. Sorry, diary alla, write the letter. Then a diary about what he had seen. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ്. എന്താ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബോയ്. ദെൻ പിന്നെ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം? സ്നേക്ക്. ദെൻ മംഗൂസ്. ഇത് മൂന്നും എന്താണ്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബോയ്, സ്നേക്ക് ആൻഡ് മംഗൂസ്. ഓക്കെ, yes, describe about the banyan tree in the story adventures of banyan tree. Describe about the banyan tree എന്ന് പറയുന്നതിനെക്കാട്ടിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? describe about the importance of banyan tree. എന്ന് പറയാം. ഓക്കെ, ആ ഒരു ബനിയൻ ട്രീയുടെ ഇമ്പോർട്ടൻസ്. ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ട് ചോദിക്കാനുള്ള ചാൻസ് എന്താ? കുറവാണ്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ ഈസ് ഓൾസോ ഹാവിങ് ഇമ്പോർട്ടൻസ് ബട്ട് ദ ചാൻസ് ഈസ് വെരി ലെസ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മെയിനായിട്ട് ചോദിക്കാവുന്ന. ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ക്വിറൽ. യെസ്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ക്വിറലും ചോദിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻസ്. ദെൻ റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈറ്റ് സീൻ. ഏറ്റവും കൂടുതൽ തവണ റീസെൻ്റായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്തേക്കുക? യു നീഡ് ടു നോ വാട്ട് ഓൾ തിങ്സ് ഹാഡ് ഹാപ്പൻ. ഓക്കെ, സോ വൺസ് അഗെയിൻ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഓൾ തിങ്സ് ഹാഡ് ഹാപ്പൻ ബിറ്റ്വീൻ ദാറ്റ് ഫൈറ്റ് സീൻ. So what happened? The battle between the mongoose and the snake in the adventures in a banyan tree is an intense and suspenseful piece of action within the chapter. Okay. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ദ ഫൈറ്റ് സീൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അബൌട്ട് ദ ഫൈറ്റ് സീൻ. ദെൻ ദ അറൈവൽ ഓഫ് സ്നേക്ക്. First, do you had a suspense? Do you think that who will win the match? We definitely don't know who will be the winner. We might be thinking that sometimes the snake may be winning, sometimes the mongoose may won, because in 3 incidents, ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ എന്താണ് 3 ലെവലായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അറ്റ് ഈച്ച് ടൈം ബോത്ത് ഓഫ് ദം ആർ സ്ട്രഗ്ലിംഗ് ദ ബെസ്റ്റ്, ബോത്ത് ഓഫ് ദം ആർ ഡൂയിങ് ദ ബെസ്റ്റ്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സോ വാട്ട് ഹാഡ് ഹാപ്പൻ? We don't know until the end. Okay, the arrival of the snake. Ruskin is seeking the world out from the top of banyan tree, where roach cobra pops up around the tree, so he is apprehensive. The snake poses danger to the surrounding area, and Ruskin had watched the entire ordeal. Okay, ഇവിടെ Ruskin കൊണ്ട് മീൻ ചെയ്യുന്നത് Ruskin Bond ആണ്. Here the Ruskin in the sense it means Ruskin Bond. Okay, എന്താ പറയുന്നത്? ഹീ സീക്കിംഗ് ദ വേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബനിയൻ ട്രീ വിത്ത് എ റോക്ക് കോബ്ര. കാരണം അവൻ എല്ലാം മുകളിൽ നിന്ന് കാണുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ്, വാട്ട് ഓൾ ഇൻസിഡൻറ്റ് ഈസ് ഹാപ്പനിങ്. ഹീ ഈസ് വാച്ചിങ് എവറിത്തിങ് ഫ്രം ദ പ്ലാറ്റ്ഫോം ദാറ്റ് ഹി ഹാഡ് മെയ്ഡ്. ഹി വാസ് വെരി മച്ച് അഫ്രൈഡ് ബിക്കോസ് ഓഫ് ദ കോബ്രാസ്. ഹി സീങ് ആൻഡ് ഓൾസോ അബൌട്ട് വാട്ട് ഓൾ തിങ്സ് ദ കോബ്ര ഈസ് ഡൂയിങ്. കോബ്ര എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ എന്താണ് ആ ഒരു പോയിസൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. എവറിത്തിങ് ഇൻ ദ സറൗണ്ടിങ് വാസ് വെരി മച്ച് ഫ്രൈറ്റൻഡ്. ഓക്കെ,
Then what happened? The mongoose appearance. Just when it seemed like a snake might harm someone, a brave mongoose arrived. എന്താ ഒരു സ്നേക്ക് ഹാം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വന്നു? എ ബ്രേവ് മംഗൂസ് arrived. Mongoose are known for the ability to fight snake, especially the cobras, due to the speed and agility. എന്താ മംഗൂസിനെ എപ്പോഴും അറിയപ്പെടുന്നത് എന്താ? Mongoose are always okay. Mongoose are known for the ability to fight snake, especially cobras, due to the speed and agility. മെയിൻ ആയിട്ട് ഈ ഒരു മംഗൂസ് എല്ലാം അറിയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? Mongoose are always known for the fight that is happening. The mongoose and the snake are always enemies. അതേപോലെ തന്നെ മംഗൂസും സ്നേക്കും എപ്പോഴും എനിമീസ് ആണ്. അതേപോലെ തന്നെ ഈ ഫൈറ്റ് സീൻ എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു നല്ല രീതിയിലാണ്. ഓക്കെ, സോ mongoose are known for the ability to fight snake, especially the cobras, due to the speed and agility. മംഗൂസും സ്നേക്സ് അല്ല, മംഗൂസും കോബ്രയുമാണ് എപ്പോഴും എന്ത് ചെയ്യുക? എപ്പോഴും ഫൈറ്റ് സീൻ നല്ല രീതിയിൽ ചെയ്യുക. ഓക്കെ, ദെൻ what happened? The fight begin. അതിനുശേഷം എന്ത് സംഭവിച്ചു? The fight had started. The fight begins. What happened? The fight begins. The mongoose quickly engaged in a fast battle with the cobra. It darts and in and out, avoiding the snake's strikes while attempting to attack. എന്താ ഓരോ തവണ എന്താണ്? Each and every time, what all happened? What all things the mongoose was doing? The snake tries to maximum escape from that. But what happened? At last, a poor mongoose had won and the poor snake has died. Okay, the mongoose quickly engaged in a fast battle with the cobra. It darts in and out, avoiding the snake's strike while attempt to attack it. Attack ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? നല്ല രീതിയിൽ എന്ത് ചെയ്തു? The snake has witnessed that, but at last he has lost his death. Then the mongoose won. The mongoose finally emerged victorious after an intense battle against the cobra. It gets its blow in a critical point of the snakes and end the conflict, guaranteeing safety to those around. എന്ത് ചെയ്തു? The snake has at last failed and the mongoose has made guarantee to the person that's been outside. It gets blow in a critical point for the snakes and ends the conflict, guarantee safety to the people around. The mongoose enables safety. The mongoose enables safety to the people who are around it. Then ഇതാണ് നമ്മളുടെ ഫൈറ്റ് സീനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട്. These are not the thing that you need to by heart ആയിട്ട് പഠിക്കേണ്ടതല്ല. These all things are small notes only. Then about the story, what all things you can say about the story? Okay, what all things you can say about the story? Okay, Adventures in a Banyan Tree is a charming story by Ruskin Bond that takes the readers into an existing journey through the eyes of an young boy called Ruskin Bond. Okay, Ruskin Bond എന്ന് പറയുന്ന ചെറിയൊരു പയ്യൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു ബോയ് ആയി നറേറ്ററായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. The Adventures in a Banyan Tree is a charming story by Ruskin Bond that takes the readers on the exciting journey through the eyes of an young boy, Ruskin Bond. Set in a small town surrounded by the nature, this story beautifully captures the essence of childhood, wonder, the thrill of adventure, and the deep connection between the humans and the natural world. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക? It's set in a small village. The chapter has been set in a small village, set in a small town surrounded by nature. The story beautifully captured the essence of childhood wonder. ആ ഒരു പയ്യൻ്റെ ചൈൽഡ്ഹുഡ് വണ്ടർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഏരിയയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദ റീഡർ ഈസ് ബീൻ ഗിവൺ ദാറ്റ്. ദ റസ്കിൻ ബോണ്ട് ഹാസ് ഗിവൺ ഇറ്റ് ടു ദ റീഡേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വായനക്കാർക്ക് ആ ഒരു കംപ്ലീറ്റ് സെൻസ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഏത് രീതിയിൽ, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ the thrill of adventures and the deep connection between the human and the natural world. മനുഷ്യന്മാരും അതേപോലെ തന്നെ നാച്ചുറൽ വേൾഡ് എല്ലാമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡീറ്റെയിൽ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആര് തന്നിട്ടുണ്ട്? റസ്കിൻ ബോണ്ട് ഹാസ് ഗിവൺ ടു us. Then Ruskin Bond spends much of his time in a large banyan tree near his home. എന്താ our child റസ്കിൻ ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റസ്കിൻ
Ruskin Bond spends much of his time in a large banyan tree near his home. അവൻ്റെ വീടിന് തൊട്ടടുത്ത് എന്തുണ്ട്? Near to his home there was a large banyan tree and he is spending most of his time in that tree. ആ ഒരു മരത്തിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. The tree becomes his sanctuary, offering him a unique vantage point to observe the world around him. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? Here we can see the importance of banyan tree. Okay, what happened? The tree become his sanctuary. In the tree become his complete space. The tree become his complete world. Okay, and the tree become his sanctuary, offering him a unique vantage point to observe the world around him. എന്ത് ചെയ്തു? അതൊരു യൂണീക്ക് ആയിട്ടുള്ള അവന് മാത്രമായിട്ടുള്ള ഒരു യൂണീക്ക് വേൾഡ്, ബിക്കോസ് നോ വൺ വാസ് ഏബിൾ ടു climb up because he had made his own platform on the top of the tree. ആ ഒരു മരത്തിൻ്റെ മുകളിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? The boy has made a good platform on the top of the tree. Then from the top of the tree he can see the entire landscape and his height bring him a sense of freedom and excitement. നോക്കി, from the top of the tree he can see the entire landscape and his height bring him a sense of freedom. He was sitting. A study plan ഉണ്ടോ? സ്റ്റഡി പ്ലാൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റഡി പ്ലാൻ ചെയ്തു തരാം. അതേപോലെ തന്നെ ഞാൻ കമൻറ്റ് കണ്ടിരുന്നു ഹൗ ടു സ്കോർ A+. നമുക്ക് പറയാം, നമുക്ക് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ചാപ്റ്റർ, ഈ ഫസ്റ്റത്തെ അഡ്വഞ്ചേഴ്സിൻ്റെ banyan tree കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നോക്കിയേ, he can see the entire landscape and his height bring him a sense of freedom and excitement. എന്ത് ചെയ്തു? ഈ ഒരു banyan treeയുടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് what happened? He has seen the world happy. He had got each and everything. The height bring him a sense of freedom and excitement. His time in the tree is filled with the moments of discovery and friendship. Especially he become friends with a playful family of monkeys. Okay, then what all things is happening? The story plot is driven by Rusty's curiosity and his love for nature. One of the moment in the story is the encounter with the snake. ഈ ഒരു മംഗൂസും സ്നേക്കും ആയിട്ടുള്ളതാണ് ഏത്? The most important thing happened is because the battle between the mongoose and the snake. The mongoose, quick and agile, fight bravely and ultimately defeat the snake, showing its courage and the natural instinct. എന്ത് ചെയ്തു? ഈ ഒരു മംഗൂസും ഈ ഒരു സ്നേക്കും തമ്മിലുള്ള ഫൈറ്റ് സീനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബോയ്ക്ക് എന്ത് ചെയ്തത്? The Ruskin Bond liked the most about the fight scene between the mongoose and the snake. Then the mongoose, quick and agile, flight bravely and ultimately defeats the snake, showing its courage and natural instinct. This event leaves a lasting impression on the Rusty, highlighting the constant struggle for the survival that occur in the animal kingdom. അങ്ങനെ ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്തത്? How to survive, how much difficult each and every animals are doing, how they are surviving. ആ ഒരു കാര്യമാണ് എന്ത് ചെയ്തത്? ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, സോ this is the most important thing, or we can say that a question that can be asked about the story. What all things we can say about the friendship, the fight scene, the importance of banyan tree, the happiness that the student was happy when he reached the banyan tree. Each and every set of things we can answer. Okay, so study plan le. How to score A+ in exam? എങ്ങനെ നമുക്ക് A+ സ്കോർ ചെയ്യാം? എങ്ങനെ നമുക്ക് A+ സ്കോർ ചെയ്യാൻ പറ്റും? ഈ ഒരു സമയം ഇപ്പോൾ നമ്മളുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം ഹൗ ദ എക്സാം വുഡ് ബി. നിങ്ങൾക്കറിയാം ഇനി എങ്ങനെയാണ് എക്സാം വരിക, ഏത് രീതിയിലാണ്, ഏതൊക്കെ ചാപ്റ്റർ, ഏതൊക്കെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ്. എന്താ മോഡൽ എക്സാം? മോഡൽ എക്സാം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? എങ്ങനെയാണോ മെയിൻ എക്സാം വരിക അതിൻ്റെ ഏകദേശം ഉള്ളൊരു മോഡലാണ് നമ്മൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൊരു എക്സാം. സോ ഇത്രയും സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നോക്കുന്ന സമയത്ത് എത്രയുണ്ട്? പാർട്ട് 1 ടെക്സ്റ്റ്. പാർട്ട് 1 ടെക്സ്റ്റിൽ 3 യൂണിറ്റ് ഉണ്ട്. ഈ 3 യൂണിറ്റിലൂടെ എത്രയുണ്ട്? 6 ചാപ്റ്റർ, ദെൻ 2 പോയംസ്. അതേപോലെ തന്നെ പാർട്ട് 2 എടുക്കുന്ന സമയത്ത് 2 യൂണിറ്റിൽ എത്രയുണ്ട്? 4 ചാപ്റ്റർ, 2 പോയം അല്ലേ? സോ ടോട്ടൽ എത്രയുണ്ട്?
ടോട്ടൽ 3 + 2 5 യൂണിറ്റ്സ് ആർ ദർ ഫോർ യു ടു സ്റ്റഡി. നിങ്ങൾക്ക് 5 യൂണിറ്റ് പഠിക്കാനായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദ മോസ്റ്റ്, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ ബേസ് ചെയ്തിട്ടാണ് മാത്രമേ പറയുന്നത്. നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മോഡൽ എക്സാമിന് നമുക്കറിയാം ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എത്ര വെയിറ്റേജ് ആണ്. ഇപ്പോൾ പറഞ്ഞു ലെറ്റർ ചോദിച്ചു, ഹൗ മച്ച് മാർക്ക് ഫോർ ദ ലെറ്റർ. ദെൻ ഡയറി, ഹൗ മച്ച് മാർക്ക് ഫോർ ദ ഡയറി. ദെൻ ക്യാരക്ടർ സ്കെച്ച്, ഏതിനൊക്കെയാണ് കറക്റ്റായിട്ടുള്ള മാർക്ക് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവണം. അല്ലാതെ ഒരു ഡീറ്റെയിലും അറിയാതെ നമ്മളിപ്പോൾ സ്നേക്ക് ആൻഡ് ദ മിററും അതേപോലെ തന്നെ എന്താ മംഗൂസ് ആൻഡ് സ്നേക്കും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. വി മസ്റ്റ് ക്ലിയർലി നോ അബൌട്ട് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ. must be clear about every chapter. ഓക്കെ, എല്ലാ ചാപ്റ്ററിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ എന്തുണ്ടാവണം, ഒരു ഐഡിയ ഉണ്ടാവണം. ഏത് ചാപ്റ്ററിന് എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്താ, നമുക്കിവിടെ 4 പോയംസ് ഉണ്ട്. ഓക്കെ, വി ആർ ഹാവിങ് 4 പോയംസ്. ഈ 4 പോയും നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 പോയും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ബിക്കോസ് ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ കോൾഡ് എന്താണ്, അപ്രിസിയേഷൻ, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, അല്ലെങ്കിൽ സ്റ്റാൻസ ബേസ്ഡ്, അങ്ങനെയുള്ള സ്റ്റാൻസ ബേസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവാം. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമ്മളുടെ ഏതിൽ നിന്നുണ്ടാവും, ഈ 4 പോംസ്. ദർ വിൽ ബി ഷ്യൂർലി 2 ക്വസ്റ്റ്യൻ ഫ്രം ദ 4 പോംസ്. സോ യു നീഡ് ടു ലേൺ വെൽ. നിങ്ങൾ ആ 4 പോം എന്ത് ചെയ്യണം, you need to know. You just read line by line. ഓരോ ലൈൻ എന്ത് ചെയ്യുക, ഓരോ ലൈൻ ബൈ ലൈൻ വായിക്കുക. അതേപോലെ തന്നെ അതിൽ ചോദിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച്. ദെൻ about the message, then content, then rhyming scheme, rhyming words, personification, simile, metaphor, അതുപോലെ തന്നെയുള്ള എൻ്റെ കണ്ടൻറ്റ്, അതേപോലെ തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട്, കാരണം എത്രയും ഉണ്ട്, 4 പോയം തന്നെ അല്ലേ ഉള്ളൂ. ഈ ഒരു 4 പോയും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകണം. പിന്നെ അടുത്തത് വരുന്നതാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ കാര്യമാണ്. ഓക്കെ, റൈറ്റ് നീറ്റ്ലി. എന്ത് ചെയ്യണം, റൈറ്റ് നീറ്റ്ലി, വൃത്തിയായിട്ട് എക്സാം എഴുതണം. ബിക്കോസ് ദർ വിൽ ബി സോ മെനി തിങ്സ് ടു റൈറ്റ്. കാരണം എത്ര മാർക്കിൻ്റെ, നമ്മളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ദെൻ ബയോളജി എല്ലാം എത്ര മാർക്കിനാണ് നമുക്ക്, 100 മാർക്കിനാണോ അല്ലെങ്കിൽ 80 മാർക്കിനാണോ? അല്ല, 50 മാർക്കിനാണ്. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് ടു റൈറ്റ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു റൈറ്റ് ഇറ്റ് നീറ്റ്ലി, വൃത്തിയായിട്ട് എഴുതണം. അതേപോലെ തന്നെ എന്താ, റൈറ്റ് ദ ഫോർമാറ്റ് ക്ലിയർലി ആൻഡ് കറക്റ്റ്ലി. ഇപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഫോർമാറ്റ്സ് ഒക്കെ വരുന്നത് ഏതാ, ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, ദെൻ ഡയറി, നോട്ടീസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ഓർഡറിൽ തന്നെ എഴുതാം. അത് പറയാം കേട്ടോ. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, ഡയറി, നോട്ടീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എക്സാമിന് ചോദിക്കാം. ഈ ചോദിക്കുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് എഴുതണം. അതേപോലെ തന്നെ ഈ ഫോർമൽ, ഇൻഫോർമൽ, ഡയറി, നോട്ടീസ്, അതേപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇതെല്ലാം നീറ്റായിട്ട് എഴുതി ഒരു ബോക്സ് ഒക്കെ ഇട്ടിട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മളുടെ പേപ്പർ. നമുക്കിവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണം. ന്യൂസ് റിപ്പോർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ എഴുതിപ്പോയി. അതിനുശേഷം അടുത്ത പേജിൽ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ബാലൻസ് നമ്മൾ എഴുതി. ഇവിടെ നിന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എന്താ, ഇവിടെ ഒരു ഡയറി എഴുതി. ഡയറി എത്ര വന്നു, ഡയറിയും ഇതുപോലെ അടുത്ത പേജിൽ പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, വെൻ യു ആർ റൈറ്റിംഗ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് or diary or letter or notice or anything,
First thing that you need to keep in mind is that to begin from a fresh page, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. അതല്ല, ഇപ്പം ഇത് തുടങ്ങാനുള്ള അത്രയും സ്ഥലമില്ല, നമ്മളിവിടെ വെച്ചിട്ടാണ് തുടങ്ങുക. ആകെ ഇവിടെ കുറച്ച് ലൈനിൽ, ജസ്റ്റ് ലീവ് ദാറ്റ്. എന്ത് ചെയ്യുക, അത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ നിന്ന് അടുത്ത പേജിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു കാര്യം, ഓർഡറിൽ എഴുതണമെന്നുള്ളത്. ഒരിക്കലും ഓർഡറിൽ എഴുതണമെന്ന് ഇല്ല. വിച്ച് വൺ ഈസ് കൺവീനിയൻറ്റ് ഫോർ യു, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ്. ചില കുട്ടികൾക്ക് എന്താ ഓർഡറിൽ എഴുതുന്നതായിരിക്കും ഭയങ്കര കൺവീനിയൻറ്റ്. ബട്ട് ഐ വിൽ സജസ്റ്റ്, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു നോ വെരി വെൽ. ഇപ്പോൾ കുറച്ച് കുട്ടികൾ എക്സാമിനൊക്കെ എഴുതുന്ന കാണാറുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ സ്റ്റാർട്ട് ചെയ്തു, അതിലെ ആൻസർ എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി, തേർഡ് ക്വസ്റ്റ്യന് എന്ത് എഴുതി അവർക്ക് അറിയില്ല, ഇറ്റ് വാസ് എ റോങ് വൺ. ഫോർത്തും അറിയില്ല, അതും തെറ്റി. പിന്നെന്താ, പിന്നെ നേരെ പോയിട്ട് ഫിഫ്ത്ത് വൺ, അത് കറക്റ്റായി, പിന്നെ വീണ്ടും തെറ്റി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളത് ഒരിക്കലും എഴുതരുത്. യു നീഡ് ടു റൈറ്റ് ദ ആൻസർ ദാറ്റ് യു നോ വെരി വെൽ. ആദ്യത്തെ 1-2 പേജിലൊക്കെ നിങ്ങൾക്ക് അത്രയും ഉറപ്പായിട്ട് അറിയുന്നത് ആൻസർ ദാറ്റ് യു നോ വെരി വെൽ. സംടൈം ഫോർ സം സ്റ്റുഡൻസ് ദേ നോ ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആൻസേഴ്സ്. മുഴുവൻ ആൻസേഴ്സും ചിലർക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോങ് ഉണ്ട്, ആ ഒരു സോങ്ങിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്, ഒരു പോയമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു കാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എഴുതി DAIRY ഡയറി. അയ്യോ, തെറ്റി. നമ്മളിങ്ങനെയൊക്കെ ഡാർക്കൺ ചെയ്യാറുണ്ട്. യു മസ്റ്റ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ജസ്റ്റ് സ്ട്രൈക്ക് 1 സ്ട്രൈക്ക്, ഇത്ര മതി. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എഴുതുക. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്ത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ചിലർ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊന്നും സ്ട്രൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡു എ 1 സ്ട്രൈക്ക്. ഒരൊറ്റ ലൈനിൽ ഒരു സ്ട്രൈക്ക് ചെയ്താൽ മതി. ഓക്കെ, ബിക്കോസ് ദിസ് ഓൾ ഹെൽപ്പ് ദ ടീച്ചർ ടു ലുക്ക് യുവർ ആൻസർ ഷീറ്റ് മോർ ആൻഡ് മോർ നീറ്റ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തോന്നും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വരുന്ന കുറച്ച് ടിപ്പ് എന്ന് പറയാൻ പറ്റും. ടിപ്പല്ല, സം ഓഫ് ദ തിങ്സ്. ഓക്കെ, അതേപോലെ തന്നെ എന്താ, ഡോണ്ട് ഗെറ്റ് പാനിക് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ. ജസ്റ്റ് ലേൺ വെരി വെൽ, ജസ്റ്റ് റിവൈസ് അറ്റ് ദിസ് ടൈം. ഇപ്പം നിങ്ങൾക്ക് എന്താണ്, മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈമാണ്. സോ എന്ത് ചെയ്യുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ജസ്റ്റ് ഡു അവർ പാർട്ട് വെരി വെൽ. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. then why should we fear about what's going to happen? നമ്മുടെ കയ്യിൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ്, വാട്ട് ഓൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഹൗ ട്വിസ്റ്റിംഗ്, ഹൗ ഡിഫിക്കൽട്ട് ദ ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ഷുഡ് വി നീഡ് ടു ഗെറ്റ് ടെൻസ്ഡ് ഓഫ്? നോ, നത്തിങ് എൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ്, നമുക്ക് എക്സാം ഈസി ആയിരിക്കും, നമുക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ടും പറ്റും. ഓക്കെ, സോ ഡു യുവർ പാർട്ട് വെരി വെൽ. നിങ്ങളുടെ പാർട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് എക്സാം എഴുതുക. ഓക്കെ, അഞ്ച് മാർക്കിന് എത്രയൊക്കെ എഴുതണം? അടുത്തൊരു കോമൺ ഡൗട്ടാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എഴുതിയത് ഇത്രയും ലാർജ് സൈസായിട്ട് ഇത്ര എഴുതി, ഇതേത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ചെറുതാക്കിയിട്ട് എഴുതിയെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൻ്റെ ഇത്രയല്ലേ ആയുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. യു ക്യാൻ റൈറ്റ്, അതായത് ഒരുപാട് 2 ലൈനോ 3 ലൈനോ ഒന്നുമല്ല. ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈം. സംടൈംസ് നിങ്ങൾക്ക് അറിയാം, എനിക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് 2-3 പേജ് എഴുതിയാലും ഒരു കാര്യമില്ല. ദ മാക്സിമം മാർക്ക് ദാറ്റ് യു ക്യാൻ സ്കോർ ഈസ് 5 മാർക്ക് ഓൺലി. യു നീഡ് ടു ലുക്ക് അറ്റ് ദ ടൈം. എത്ര ടൈം ബാലൻസ് ഉണ്ട്, ഇനി എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്, എത്രയാണ് വെയിറ്റേജ് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി, അത് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം ഒരുപാട് ടൈം ബാലൻസ് ഉണ്ട്, ഒരു 20 മിനിറ്റ്സ് യു ആർ ഹാവിങ് ബാലൻസ്, ദെൻ യു ക്യാൻ റൈറ്റ്. അല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പോകണം, 5 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകെ 5 മാർക്കേ ഉള്ളൂ, നിങ്ങൾ 5 മാർക്ക്
കുറേ എഴുതണം. ഒരു 3 പേജ് എഴുതി കഴിഞ്ഞാലും എത്രയേ കിട്ടുള്ളൂ? 5 മാർക്കേ കിട്ടുള്ളൂ. ബട്ട് വാട്ട് യു ആർ വേസ്റ്റിംഗ് യുവർ പ്രീഷ്യസ് ടൈം. കാരണം എന്താ, 2.5 മണിക്കൂറിലുള്ള ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട്. ബാലൻസ് 75 മാർക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഉള്ള ടൈമിൽ നമ്മൾ എഴുതി തീർക്കണം. സോ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് അബൌട്ട് ദ ടൈം കാൽക്കുലേഷൻ, ടൈം മാനേജ്മെൻറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എത്ര നേരത്തിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയണം എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ബെറ്റർ ടു ആൻസർ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ഒരു ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ആൻഡ് ആൻസർ അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഇഷ്ടമുള്ളത് എഴുതണം അല്ലെങ്കിൽ ഓർഡറിൽ എഴുതണം, അങ്ങനെയല്ല. ദ തിങ് ദാറ്റ് യു ഫീൽ കംഫർട്ട്, യു ആർ ഗോയിങ് ടു റൈറ്റ് ദ എക്സാം. നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി, ഏതാണോ കൺവീനിയൻറ്റ്, ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് നോക്കാം. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ടോട്ടൽ 5 പോയിന്റ് വരും. നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, എന്താണ് പ്രൊഫൈൽ റൈറ്റിംഗ്? പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്തുണ്ടാവും? ടൈറ്റിൽ ഉണ്ടാവും, ബോൺ ഡേറ്റ്, അതേപോലെ തന്നെ ബോൺ പ്ലേസ്, ദെൻ നെയിം ഓഫ് ദ പാരൻസ് ഒന്നും യൂഷ്വലി കാണാറില്ല. ഓക്കെ, സംടൈംസ് ഓൺലി, ദെൻ എഡ്യൂക്കേറ്റഡ്, നോട്ടബിൾ വർക്ക്, അവാർഡ്, പാസ്ഡ് അവേ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കുക. ഓക്കെ, അബൌട്ട് ദ പ്രൊഫൈൽ റൈറ്റിംഗ്. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ദിസ് തിങ് വി നീഡ് ടു റൈറ്റ് ഇറ്റ് ഇൻ ടു എ പാരഗ്രാഫ് ഫോമാറ്റ്. ഈ ഒരു കാര്യം വേണം നമ്മൾ പാരഗ്രാഫ് ഫോമാറ്റ് ആക്കിയിട്ട് ചെയ്യാൻ. ഓക്കെ, പാരഗ്രാഫ് ഫോമാറ്റ് ആക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഇൻക്ലൂഡ്? ഓക്കെ, വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഇൻക്ലൂഡ്? നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് വി ക്യാൻ ബിഗിൻ ഇറ്റ് വിത്ത് എ ബോക്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫൈൽ റൈറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ്. നമ്മുടെ എക്സാമിന് ചോദിച്ച, മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രൊഫൈലായിരുന്നു ഏത്? റസ്കിൻ ബോണ്ടിനെ കുറിച്ചിട്ടുള്ളൊരു പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലേ? എന്തൊക്കെയാണ് ചോദിച്ച് നോക്കിയേ? റസ്കിൻ ബോണ്ട് നോക്കിയേ, നെയിം, ദെൻ ബോൺ ഓൺ, പ്ലേസ് ഓഫ് ബർത്ത്, then occupation, then mainly what all things he write, then nationality, then notable works. ഇത്രയും ഡീറ്റെയിൽസ് ആണ് എന്ത് തരിക, നമുക്ക് നമ്മുടെ എക്സാമിന് തരിക. ഓക്കെ, ദിസ് മച്ച് ഡീറ്റെയിൽസ് വിൽ ബി ഗിവൺ ഫോർ യുവർ എക്സാം. സോ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇത്രയും ഡീറ്റെയിൽ കണ്ടു പറഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ടു റൈറ്റ് എനിത്തിങ്, സോ ഐ എം ജസ്റ്റ് ലീവിങ് ദിസ് ക്വസ്റ്റ്യൻ. യു ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഏത്? ഈ പറയുന്ന പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ചെറിയ മെത്തേഡ്സ് ആണ് എന്ത്? ജസ്റ്റ് ഡ്രോ എ ബോക്സ്. എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരച്ചു, അതിനുശേഷം എന്ത് ചെയ്യുക? ജസ്റ്റ് ദ നെയിം ഓഫ് ദ ഓഥർ, എന്ന് കൊടുത്തു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താ? ദ റസ്കിൻ ബോണ്ട്. ഇപ്പോൾ ടാഗോർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ടാഗോർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദ ഫേമസ് ടാഗോർ ഈസ്, അല്ലെങ്കിൽ എന്ത്, രവീന്ദ്രനാഥ ടാഗോർ ഈസ് മെയിൻലി നോൺ ആസ് ടാഗോർ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് റൈറ്റ്. അത് ഫസ്റ്റത്തെ സെൻറ്റൻസ്. ഇവിടെ നമുക്ക് എന്താ? റസ്കിൻ ബോണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ബോണ്ട്. ഓക്കെ, നമുക്ക് എഴുതാം ദ മെയിൻ നെയിം, ഓർ എന്ത് പറയാൻ പറ്റും? ഹി വാസ് മെയിൻലി നോൺ ആസ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് വാസ് മെയിൻലി നോൺ ആസ് ബോണ്ട്. ഹി ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ. ഹി വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ബൈ ദിസ് വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എന്താ? എല്ലാം എഴുതുന്ന ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതുക. അതേപോലെ തന്നെ ഡോണ്ട് നീഡ് ടു റൈറ്റ് എനി എക്സ്ട്രാ ഇൻഫർമേഷൻസ്. യു ജസ്റ്റ് റൈറ്റ് അബൌട്ട് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഗിവൺ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അല്ലാതെ പുതിയ ഇൻഫർമേഷൻ ആവശ്യമില്ല. ഓക്കെ, ഇഫ് യു നോട്ട് ടു റൈറ്റ്, നോ പ്രോബ്ലം, ബട്ട് ദർ ഇസ് നോ യൂസ് ഫോർ ദാറ്റ്. കാരണം എത്ര മാർക്കിൻ്റെ ഉള്ളൂ? 5 മാർക്കിൻ്റെ ഉള്ളൂ. ഓക്കെ, ആ ഒരു 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് എഴുതാനായിട്ട് പറ്റും. ഡയറി എൻട്രിയും വരാം. ഓക്കെ, വരുന്നുണ്ട്, അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ,
നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. Ruskin Bond is a famous Indian writer known for his simple and heartwarming stories. നമ്മൾ എന്ത് എഴുതി? Ruskin Bond is a famous Indian writer. നമുക്ക് ഇവിടെ കൊടുക്കാം, നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് കൊടുക്കാൻ പറ്റും? റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡിങ്ങിൽ എഴുതാൻ പറ്റും. ഓക്കെ, പാസ്റ്റിൽ തന്നെ എഴുതണമെന്നില്ല, നമ്മളത് പാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് സെറ്റ് പാസ്റ്റിലാവണം, ആ ഒരു മെത്തേഡേ ഉള്ളൂ. അല്ല പ്രസൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രസൻറ്റിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. Ruskin Bond is a famous Indian writer known for his simple and heartwarming story. He writes about the nature, childhoods and life in the hills. His most popular books include The Room on the Roof, The Blue Umbrella, The Adventures of Rusty and Russ. He has received many awards for his work and his books are loved by the readers of all age. He lives in Missouri where he continued to write and inspire the people with his story. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അറിയുന്ന ഡീറ്റെയിൽസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ഇത് എന്ത് ചെയ്തു, നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് നമ്മൾ എഴുതി. അത്രേ ഉള്ളൂ. നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 5 മാർക്ക് ഫുള്ളായിട്ട് കിട്ടി അല്ലേ? ദെൻ അടുത്ത് നോക്കിയേ, ഇത് ഇവിടെ റസ്കിൻ ബോണ്ട് വാസ് എ ഫേമസ് എന്ന് എഴുതിയിട്ട് അടുത്തത് ഹി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈസ് എഴുതിയിട്ട് ഹി ഹാസ് റിട്ടൺ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ ഏതിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. എന്താ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ? ഒന്ന് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. Adventures in a Banyan Tree, it was written by Ruskin Bond. Ruskin Bond was a famous Indian writer who was born and brought up, and he has been the story, the most important thing, the story has been happening in a village in the northern part of India where he spends time with his grandparents' home. At that time he has met a small banyan tree. Small ആണോ? It was a large banyan tree which was fully crowded. മുഴുവൻ crowded ആയിട്ടുള്ള ഒരു banyan tree ആയിരുന്നു. He find himself a small platform on the top of a tree and he was having a lot of friends. And the other friends, he was having lot of books. He was having a small squirrel and a rat with him. അതിനുശേഷം after some times, on the one of the afternoon while he was sitting on the top of a tree, he had meet a thing. What had meeten? He had meeten that a small fight scene between the snake and the mongoose. Snake mongoose തമ്മിലുള്ള fight scene കണ്ടു. Then what happened? The fight scene. And then our fight scene specialty, it was a drastic fight scene and there was also 2 visitors. There was 2 persons who were watching that fight scene. One was the snake and the other one was the mongoose. And at last what happened? Sorry, snake mongoose alla, the crow and the myna. And at last of the fight scene, our fight scene അവസാനം എന്ത് സംഭവിച്ചു? At last of the fight scene, what had happened? The mongoose has won the match. And also another important thing had happened. The friendship between the squirrel and the rat, the white color rat, what happened? They got a new pet also. It was white colored squirrel. The importance of the nature. Okay, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്താ? രണ്ടാമത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഏതാണ്? ദ സ്നേക്ക് ആൻഡ് ദ മിറർ. സ്നേക്ക് ആൻഡ് ദ മിറർ ആരാ എഴുതിയത്? സ്നേക്ക് ആൻഡ് ദ മിറർ. സ്നേക്ക് ആൻഡ് ദ മിറർ വാസ് റിട്ടൺ ബൈ ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? ദെൻ എന്താ? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപാത്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഏത്? ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപാത്ത്. എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും? വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ സേ. ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് എന്താ? ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. എന്താ? ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. ഒരു യങ്ങായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ഹോമിയോപാത്ത് ഉണ്ടായിരുന്നു. നമുക്ക് പേരോ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. എന്താ? ഈ ഒരു ഹോമിയോപാത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ദ ഹോമിയോപാത്ത് വാസ് ജസ്റ്റ് having a small home, ഒരു ചെറിയൊരു വീടാണ്. ഇറ്റ് വാസ് നോട്ട് ഹാവിങ് എനി ഇലക്ട്രിസിറ്റി ബിക്കോസ് ഹി വാസ് ഗെറ്റിംഗ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് മണി. ഹി വാസ് living with that small amount of money. And also what happened? He was having some old materials, old dress, and everything was in a box and everything was on his small room.
വൺസ് വൈൽ ഹി വാസ് സിറ്റിംഗ് ഇൻ എ റൂം എന്ത് ചെയ്യണം, ഇങ്ങനെ ചെറിയൊരു റൂമും അതേപോലെ തന്നെ കുറച്ച് പൈസയും കാര്യങ്ങളും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമുള്ള ചെറിയൊരു റൂമാണ് നമ്മളുടെ ഹോമിയോപാത്തിന് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഹോമിയോപാത്ത് ഇങ്ങനെ മിററിൽ നോക്കുകയാണ്. മിററിൽ നോക്കുന്ന സമയത്ത് എന്താ ചിന്തിക്കുന്നത്, ഹി വാസ് തിങ്കിങ് ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഫ്യൂച്ചർ. ആൻഡ് ഹി വാസ് ലുക്കിംഗ് അറ്റ് മിററിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, കല്യാണമൊക്കെ കഴിക്കാറായി. അതേപോലെ തന്നെ എന്താണ്, ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കണോ അതോ കുറച്ച് ഫാറ്റായിട്ടുള്ള ആളെ കല്യാണം കഴിക്കണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് തിങ്കിങ് അബൌട്ട് ഹിസ് ഫ്യൂച്ചറിൽ എങ്ങനെ ആവണം, ഹൗ ഹി നീഡ് ടു ബി ഇൻ ദ ഫ്യൂച്ചർ. ഹി വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. അറ്റ് ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻ, എ സ്നേക്ക്, ഒരു പാമ്പ് എന്ത് ചെയ്തു, ആ ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോയിൽ ചെയ്തു. വിത്തിൻ എ സ്മോൾ സോർട്ട് ഓഫ് ടൈം ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ഒരു സ്നേക്കിനെ അവൻ ജസ്റ്റ് he has thrown from his hand, and that snake was also looking at the mirror. ആ ഒരു സ്നേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ മിററിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഹീസ് തിങ്കിങ്, ഓ വാട്ട് ഓൾ തിങ്സ് ദ സ്നേക്ക് മൈറ്റ് ബി തിങ്കിങ്, ഈ പാമ്പ് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഹി വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ആൻഡ് ഹി എസ്കേപ്ഡ് ഫ്രം ദ, ആ ഒരു പാമ്പിനെ കണ്ടതും എന്ത് ചെയ്തു, പാമ്പിങ്ങനെ പോയതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ എന്ത് സംഭവിച്ചു, when he came back there was nothing left in his room. തിരിച്ചു വന്ന സമയത്ത് പാമ്പും ഇല്ല, അവിടെ എന്തുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മെറ്റീരിയൽസോ ബുക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എവറിത്തിങ് വാസ് ലോസ്റ്റ്. someone has robbed his home. ആ ഒരു വീട് മുഴുവനായിട്ട് എന്ത് ചെയ്തു, റോബ് ചെയ്തു. അവിടെ ഒന്നും തന്നെ ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളുടെ ഹോമിയോപാത്ത് എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുക. സെൽഫ് അഷ്യൂർഡ് ആൻഡ് വെയിൻ. എന്താ, എ മിഡിൽ ഏജ്ഡ് ഡോക്ടർ. ഹോമിയോപാത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, എ മിഡിൽ ഏജ്ഡ് ഡോക്ടർ പ്രൗഡ് ഓഫ് ഹിസ് പ്രൊഫഷൻ ആൻഡ് അപ്പിയറൻസ്. കാരണം എന്താ, ഒരു ചെറിയൊരു ഡോക്ടറാണ്, അധികം ഏജൊന്നും ആയിട്ടില്ല, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അതേപോലെ തന്നെ ആ ഒരു പ്രൊഫഷനോട് വളരെയധികം ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ദെൻ കൺസിഡറിങ് ഹിംസെൽഫ് ചാമിങ് ആൻഡ് എൻജോയ്സ് ലുക്കിംഗ് അറ്റ് ഹിംസെൽഫ് ഇൻ ദ മിറർ. നമുക്കും അങ്ങനെയല്ല, നമ്മളും ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങനെ മിററിലൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ദ ഡോക്ടർ ഓൾസോ ഹി കൺസിഡർ ഹിംസെൽഫ് ചാമിങ് ആൻഡ് എൻജോയ്സ് ലുക്കിംഗ് അറ്റ് ഹിംസെൽഫ് ഇൻ ദ മിറർ. എന്ത് ചെയ്യാണ്, ഈ ഒരു മിററൊക്കെ നോക്കി ഇടയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് എന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ദെൻ അപ്പീൽസ് കോസ്മെറ്റിക് ടു എൻഹാൻസ് ഹിസ് ലുക്ക്. എന്താ, കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഹീ സെയിങ് ദാറ്റ് ഐ എം ലുക്കിംഗ് ലിറ്റിൽ മോർ ബ്യൂട്ടി, ഐ എം ലുക്കിംഗ് ലിറ്റിൽ മോർ ബെറ്റർ. ഹീസ് തിങ്കിങ് ഹിസ് ഓൺ. ദെൻ എന്താ, ഹീസ് സെൽഫ് അറോഗന്റ്, believes in his success and sees himself as an important, enjoying his own company and admiring himself. എന്താ, ഹീസ് അഡ്മയറിങ് ഹിംസെൽഫ്. സ്വയം എന്ത് ചെയ്യണ്, സ്വയം ഇങ്ങനെ പറയും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഹീസ് അഡ്മയറിങ് ഹിംസെൽഫ് ആൻഡ് ഹീ ബിലീവ്സ് ഇൻ ഹിസ് സക്സസ് ആൻഡ് സീംസ് ഹിംസെൽഫ് ആസ് ഇമ്പോർട്ടൻറ്റ്. സ്വയം സക്സസ് വരുത്തുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു സക്സസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹീ ഈസ് ഫീലിംഗ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ what happened next? It's the terrifying encounter with the snake. A snake coiled around him, making him helpless and terrified. His confidence disappeared, revealing his vulnerability. എന്ത് സംഭവിച്ചു, എ സ്നേക്ക് കോയിൽ അറൗണ്ട് ഹിം. എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു പാമ്പ് എന്ത് ചെയ്തു, ഒരു കോയിൽ ചെയ്തു, മേക്കിംഗ് ഹിം ഹെൽപ്ലെസ് ആൻഡ് ടെറിഫൈങ്. അവനൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹീ സഡൻലി ബിക്കം അഫ്രൈഡ്. ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ അത്രയും ടെറിഫൈഡ് ആയിപ്പോയി. ഹിസ് കോൺഫിഡൻസ് ഡിസപ്പിയർ, റിവീലിംഗ് ഹിസ് വൾണറബിലിറ്റി. എന്ത് സംഭവിച്ചു, പെട്ടെന്ന് തന്നെ അവൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി. ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു. ദെൻ realization and transformation. The experience humbled him, making him reflect on the life, recognize the fatality of his earlier arrogance, transform from a vain man to more thoughtful and a humble person. From that, അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, ഹി ഹാസ് ബിക്കം എ ന്യൂ പേഴ്സൺ, ഹി ഹാസ് ചേഞ്ച്ഡ് ഇൻ ടു എ ട്രാൻസ്ഫോംഡ് പേഴ്സൺ. പുതിയൊരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, സിമ്പിളായിട്ട്. ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ് അറ്റ് മോർ ആൻഡ് മോർ സിമ്പിൾ? യെസ്, ഇങ്ങനെ ആയിരിക്കണം നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് ഈ പറയുന്ന ക്യാരക്ടർ സ്കെച്ച് ഓർ എഴുതാനായിട്ട് പറ്റുക. Okay, so നോക്കിയേ, The Homeopath in the Snake and the Mirror by Vaikom Muhammad Bashir is a self-assured, somewhat vain and a comical character. എന്താ, ഒരു കൊമിക്കലായിട്ടുള്ളൊരു തമാശയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്,
കാണാനായിട്ട് പറ്റുന്നത്, നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഓൾസോ വൈൽ റൈറ്റിംഗ് more vocabulary uses in the story. Okay, then when we are beginning to write, when we write anything, we can add so many things just like this. endana ipo starting samayathu homeopath, okay, homeopath പറയുന്ന സമയത്ത് from which chapter, then about the author, importance in the story. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഹോമിയോപാത്ത് എന്ന് പറയുന്ന ഒരു പേഴ്സണെ പറ്റിയാണ് ചോദിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഫ്രം വിച്ച് ചാപ്റ്റർ, who is the writer, what all things we can add, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻസ് ഇൻ ദ സ്റ്റോറി, ആ ഒരു കഥയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. The Homeopath in the Snake and the Mirror by Vaikom Muhammad Bashir is a self-assured, somewhat vain and a comical character. It's somewhat vain and also an important character. He is a middle-aged doctor, profound of his profession and his appearance. It's a good point. He is a middle-aged person, ഒരു middle-aged ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. പ്രൊഫൗണ്ട് ഓഫ് ഹിസ് പ്രൊഫഷണൽ ആൻഡ് ഹിസ് അപ്പിയറൻസ്, സ്വന്തം അപ്പിയറൻസും പ്രൊഫഷനും ആയിട്ട് ഭയങ്കര അധികം ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഹി ഡിസ്ക്രൈബ് ഹിംസെൽഫ് ആസ് എ ചാമിങ് മാൻ ഹു എൻജോയ് ഹിസ് ഓൺ കമ്പനീസ് ആൻഡ് ലൈക്ക് ടു ലുക്ക് ഗുഡ് ഇൻ ദ മിറർ, ഈവൻ ഗോയിങ് ആസ് ഫാർ ആസ് അപ്ലൈങ് കോസ്മെറ്റിക്സ് ടു ഇംപ്രൂവ് ഹിസ് ലുക്ക്. സ്വയം മിററിലൊക്കെ നോക്കിയിട്ട് ഭയങ്കര അടിപൊളിയാണ്, ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഹി ജസ്റ്റ് ലൈക്ക് ടു എസ്റ്റീം ഹിംസെൽഫ്, സ്വയം പറയാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ദെൻ what happened? Initially he appears arrogant and self-satisfied, believing his life revolves around his success as a homeopath. He is just thinking about what all things will be happening. Then, however, when faced with terrifying experience of a snake coiling around him, the homeopath calms and confidence demerges, quickly evaporates. എന്ത് സംഭവിച്ചു, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫിനെ പറ്റിയിട്ടുള്ള എല്ലാ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ജസ്റ്റ് ഈ ഒരു സ്നേക്ക് ഒന്നിങ്ങനെ കോയിൽ ചെയ്യുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു, ഹി ജസ്റ്റ് ബിക്കം അഫ്രൈഡ് ആൻഡ് ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു, ഇനി എന്ത് ചെയ്യാം എന്ന് പോലും അറിയാതെ എന്ത് സംഭവിച്ചു, ഹി ബിക്കം ഷോക്ക്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളൊരു കാര്യമായി അവിടെ സംഭവിച്ചത്. ദെൻ ഗ്രിപ്ഡ് ബൈ ഫിയർ ഹി ബിക്കം എ ഫിഗർ ഓഫ് വൾണറബിലിറ്റി, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത, വാട്ട് ടു ഡു ദ നെക്സ്റ്റ്, ഹി ഡോണ്ട് നോ വാട്ട് ഐ ക്യാൻ ഡു, he has become a person of that much afraid. Gripped by fear, he become a figure of vulnerability, realizing how little control he has over his life and death. ഇനി എത്ര തന്നെ എനിക്ക് കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരെ അവിടെ എത്തി. This encounter forces him to reflect on his life, and by the end of the story, he is humbled, recognizes his vulnerability of earlier arrogance. The homeopath's transformation from a proud, vain to someone reflected and humble is the core character in the story. So, at last what happened? At last there was a huge change for him. Okay, ഇതാണ് നമ്മളുടെ ക്യാരക്ടർ സ്കെച്ച്. ഇതേ സംഭവം തന്നെ നമുക്ക് എഴുതണമെന്നില്ല. യു നീഡ് ടു ലുക്ക് അറ്റ് ദ മാർക്ക്, ഹൗ മച്ച് ദ മാർക്ക് ഈസ് ആൻഡ് ഹൗ മച്ച് ടൈം ഈസ് ലെഫ്റ്റ് ഫോർ യു, അതുകൂടെ നോക്കിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഏതാ നോക്കി, നമ്മളുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ ആസ്ക്. ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് ഏതൊക്കെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് തിങ് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് നോക്കിയേ. ഫസ്റ്റ് തിങ് ഈസ് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. വെൻ വി ആർ ആസ്കിങ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, വി നീഡ് ടു ബി ക്ലിയർ. ആ ചോദ്യം ചോദിക്കുന്ന ആളോട് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ബി ക്ലിയർ. വി മസ്റ്റ് നോട്ട് കൺഫ്യൂസ് ദം. ആസ്ക് ക്ലിയർ ആൻഡ് കൺസൈസ് ക്വസ്റ്റ്യൻ.
നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരാളോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. വി മസ്റ്റ് ആസ്ക് ദം ദ ക്വസ്റ്റ്യൻ ഇൻ എ ഗുഡ് മാനർ. കറക്റ്റായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ചോദിക്കണം. വി മസ്റ്റ് നോട്ട് കൺഫ്യൂസ് ദം. ദെൻ we must ask clear, then our open-ended questions. നമ്മൾ എന്ത് ചെയ്യണം, open-ended question. We need to get an answer. Use what, how, why to encourage the detail. What, how, why എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചോദിക്കാൻ. അല്ലാതെ yes or no, yes അല്ലെങ്കിൽ no എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം. നമ്മൾ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം? We need to ask more questions like what, how, when, such sort of questions. Then അടുത്ത നോക്കിയേ, പ്രൊഫഷണലിസം ആൻഡ് റെസ്പെക്റ്റ്. വി മസ്റ്റ് റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. സംടൈംസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ ചിമ്മമാൻ്റെ നഗോഷി അടിച്ച്, യു ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഹെർ. സോ റൈറ്റ് അബൌട്ട് അല്ലെങ്കിൽ എന്താണ്, റൈറ്റ് സം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക് ടു ഹെർ. ഓർ ദർ മേ ബി എ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി ആസ്ക് ഫോർ യുവർ എക്സാം. You got a chance. Or Satyajit Ray, the Project Tiger is being played in your school and you get a chance to meet Satyajit Ray. So just ask few questions to him. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? We must follow certain rules. അതാണ് in the clarity and simplicity. Ask a clear and conscious question. Avoid complex and confusing language. Then open-ended question. Open-ended question, there must be clear, open-ended. തുടങ്ങുക, അതേപോലെ തന്നെ അവസാനിക്കുക. അല്ലാതെ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. Use what, how, why to encourage the detailed response. Then avoid simple yes or no questions unless necessary. ആവശ്യമില്ല എങ്കിൽ എന്താണ് ഈ yes or no questions എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. Then professionalism and respect. We must have a professionalism and respect. Maintain a polite and a respectful tone. We need to have a respect tone. We need to respect that person. ആ ഒരു പേഴ്സണിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? We need to respect that person. Then avoid personal or intrusive questions unless or relevant and appropriate. ആവശ്യമില്ല എങ്കിൽ, if we do not require, we must not ask about the personal questions to him. നമ്മൾ ഒരിക്കലും ആ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, avoid personal or intrusive questions unless relevant and appropriate. ആവശ്യമില്ല എങ്കിൽ നമുക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നോക്കിയല്ലോ നമുക്കൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, you got a chance to talk to our homeopath. Prepare a few set of questions. നിങ്ങൾക്ക് നമ്മുടെ ഹോമിയോപാത്തിനെ ഇത് സംസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി. You got a chance to talk to him. What all questions you can ask? ഹോമിയോപാത്തിനോട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും? ഓക്കെ, ജെസ്സി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. How would you describe your personality before your encounter with the snake? സ്നേക്കുമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള പേഴ്സണാലിറ്റി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി? ഹൗ ഇറ്റ് കുഡ് ബി? നിങ്ങൾക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? പേഴ്സണാലിറ്റിയുള്ള കാര്യം എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും? ദെൻ ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് വെൻറ്റ് ത്രൂ യുവർ മൈൻഡ് വെൻ യു ഫസ്റ്റ് റിയലൈസ് ദ സ്നേക്ക് വാസ് ഓൺ യു? അതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കിയേ, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Can you describe what happened to you? Can you describe what went through your mind? നമ്മുടെ ആ ഒരു സമയത്ത്, ആ ഒരു സ്നേക്ക് കോയിലായി എന്ന് അറിഞ്ഞ സമയത്ത് വാട്ട് ഓൾ തിങ്സ് ഹാഡ് ഹാപ്പൺ ഇൻ യുവർ മൈൻഡ്? നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? വാട്ട് ഹാഡ് ഹാപ്പൺ ടു യു? ഡു യു അണ്ടർസ്റ്റാൻഡ്? ക്യാൻ യു ഡിസ്ക്രൈബ് what went through your mind when you first realized that snake was on you? എന്താ കയ്യിലാണ് പാമ്പള്ളി എന്ന് അറിഞ്ഞ സമയത്ത് എന്താണ് സംഭവിച്ചത്? വാട്ട് ഓൾ തിങ് ഹാഡ് ഹാപ്പൻ ടു യു? ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ. വാട്ട് ചേഞ്ച്ഡ് ഇൻ യു ആഫ്റ്റർ ദ സ്നേക്ക് ലെഫ്റ്റ്? അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ച്ഡ് ഇൻ യു? വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻ ടു യു വെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സ്നേക്ക് ഹാസ് ലെഫ്റ്റ്? ആ ഒരു സ്നേക്ക് അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാട്ട് ഓൾ ചേഞ്ചസ് ഹാഡ് ഹാപ്പൻ ടു യു? ഓക്കെ, നോക്കിയേ. വാട്ട് ചേഞ്ച്ഡ് ഇൻ യു ആഫ്റ്റർ ദ സ്നേക്ക് ലെഫ്റ്റ്? അവിടെ നിന്ന് പാമ്പ് പോയതിന് ശേഷം വാട്ട് തിങ് ഹാപ്പൻ ടു യു? ദെൻ ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്
how did your understanding of life and death shifted after facing the danger? It's a good question. Okay, how did your understanding of life and death shifted? Because he was not even bothered about the death or anything. He was just dreaming about the future, about his future plans, everything. He was just dreaming on that spot of time. ആ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു സ്നേക്കും അതേപോലെ തന്നെ എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോയിൽ ചെയ്തത്. സോ how did you understand of life death shifted after facing the snake? ഈ ഒരു സ്നേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ലൈഫ് എങ്ങനെയായിരുന്നു? വാട്ട് ഓൾ തിങ്സ് ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ ബിഫോർ ദ ഇൻസിഡൻറ്റ് ഡിഡ് യു എവർ കൺസിഡർ ദാറ്റ് life could be so unpredictable? It's a super question. Okay, ഈ ഒരു question നോക്കിയേ. Before the incident, did you ever consider that life could be so unpredictable? ഈ ഒരു ഇൻസിഡൻറ്റിന് മുൻപ്, ഈ ഒരു സ്നേക്ക് കോയിൽ ചെയ്യുന്ന ഇൻസിഡൻറ്റിന് മുൻപ് did you think that ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും? Did you think that did you ever consider that life could be so unpredictable? എന്താ ലൈഫ് ഇങ്ങനെ ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആകും എന്നുള്ള കാര്യം തിങ്ക് ചെയ്തിരുന്നോ? Then, do you think the snake encounter was a turning point in your personal growth? If yes, how? It's also a good question. Okay. Before the incident, did you ever consider the life could be so unpredictable? എന്ത് ചോദിക്കാം? Did you think that the life could be so unpredictable? ഇങ്ങനെ ലൈഫ് ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നുള്ള കാര്യം തിങ്ക് ചെയ്തിരുന്നോ? Did you think like that? The life can be unpredictable. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ലൈഫ് എന്ന് തിങ്ക് ചെയ്തിരുന്നോ? Then, do you think the snake encounter was a turning point in your personal growth? ഈ ഒരു സ്നേക്കിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, ഇങ്ങനെ സ്നേക്ക് കോയിൽ ചെയ്തത്, did you think it was a turning point? Did you ever think it was a turning point in your life? ലൈഫിൽ ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരുന്നോ? Do you think anything like that? Okay, you can ask. വേണമെങ്കിൽ ചോദിക്കാം, as you were dreaming, do you get your dream wife? It's a personal question. നമ്മളങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തേ ചോദിക്കാൻ പറ്റുള്ളൂ? ഈ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. വി മസ്റ്റ് നോട്ട് ആസ്ക് എനി പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ദെൻ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ പേഴ്സണാലിറ്റി ബിഫോർ യുവർ എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക്? ദെൻ പേഴ്സണാലിറ്റി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ദെൻ അടുത്തത് എന്താ? ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് വെൻറ്റ് ത്രൂ യുവർ മൈൻഡ് വെൻ യു റിയലൈസ് ദ സ്നേക്ക് വാസ് ഓൺ യു? സ്നേക്ക് നിങ്ങളുടെ മേലെയാണെന്ന് അറിഞ്ഞ സമയത്ത്, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സ്നേക്ക് വാസ് ഓൺ യുവർ ഹാൻഡ്, വാട്ട് ഓൾ തിങ്സ് ഹാഡ് ഗോൺ ത്രൂ യുവർ മൈൻഡ്? ദെൻ what changed in you after the snake left? ആ ഒരു സ്നേക്ക് അവിടെ നിന്ന് പോയതിന് ശേഷം what all things has happened to you? Then how did your understanding of life and death shift after facing the snake? ഈ ഒരു സ്നേക്ക് വന്നതിന് ശേഷം how did your life shifted? Then before the incident, did you ever consider that life could be so unpredictable? ഈ ഒരു സിറ്റുവേഷന് മുൻപ്, ഈ ഒരു സ്നേക്കിൻ്റെ ഇൻസിഡൻറ്റിന് മുൻപ് എന്താണ്? Did you think that the life was so unpredictable? Then, do you think the snake encounter was a turning point in your personal growth? Personal growth ഈ ഒരു സ്നേക്ക് ഒരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് തിങ്ക് ചെയ്തോ? Do you think anything like that? Okay. Then, മുഫ്ലിഹ് ഹായ് തരുമോ? ഹായ് കിട്ടിയോ? ഇനി ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അടുത്ത നോക്കിയേ, അടുത്തതാണ് നമ്മുടെ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഫ്രം ദ സെക്കൻഡ് യൂണിറ്റ് ദ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഏത് വരുന്നത്? പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്, ദ ഫ്രെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് പ്രൊജക്ട് ടൈഗർ വന്നത്. ഓക്കെ, ആരാ പ്രൊജക്ട് ടൈഗർ എഴുതിയത്? ആരാ പ്രൊജക്ട് ടൈഗർ എഴുതിയത്? ഹൂ ഹാസ് റിട്ടൺ പ്രൊജക്ട് ടൈഗർ? പ്രൊജക്ട് ടൈഗർ ഹാസ് ബീൻ റിട്ടൺ ബൈ സത്യജിത്ത് റേ. ഓക്കെ, എന്താ ഇതിൽ പറയുന്നത് മെയിനായിട്ട്? വാട്ട് ഓൾ തിങ്സ് ദ ഓതർ ഈസ് മെയിൻലി എക്സ്പ്ലെയിനിങ്. എന്താ മെയിനായിട്ട് പറയുന്നത്? മെയിൻലി ഇൻ ദിസ് ചാപ്റ്റർ വി ക്യാൻ സീ ദാറ്റ്. എന്താ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? ഇൻ ഷൂട്ടിങ് ആൻഡ് ഓൾ സോ മെനി ആനിമൽസ് ആർ ബീൻ യൂസ്ഡ് ഇൻ ദ ഓതർ തിങ്സ് ദാറ്റ് ഇറ്റ്സ് റിയൽ അനിമൽസ്. ശരിക്കും അത് റിയൽ അനിമൽസ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ റിയൽ അനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഡ്യൂപ്പ്. വി ആർ ഓൾസോ യൂസിങ് സം ഡ്യൂപ്സ് ഓൾസോ. പ്രൊജക്ട് ടൈഗറിൽ നിന്നും റിവ്യൂ ചോദിക്കുമോ? എങ്ങനത്തെ റിവ്യൂ ക്വസ്റ്റ്യൻ ആണോ അതോ വാട്ട് റിവ്യൂ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി റിവ്യൂ ആണോ? ഓക്കെ, സോ എന്തായിരുന്നു? He was thinking that it was real animal, but
on one shooting day he has seen that it's not real animals. ശരിക്കും അത് റിയൽ അനിമൽസ് അല്ല, അത് വേറെ എന്താണ്, ഇറ്റ് വാസ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഡമ്മി, ഇറ്റ് വാസ് ദ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ ദ സോർട്ട് ഓഫ് ആർട്ടിസ്റ്റ് ഹു വാസ് മേക്കിംഗ് ദാറ്റ് റോൾ. സോ സ്റ്റോറി റിവ്യൂ പ്രൊജക്റ്റ് ടൈഗറിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് വി കാൺ പ്രെഡിക്റ്റ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം. വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. വി ക്യാൻ സി. ഓക്കെ, പ്രൊജക്ട് ടൈഗർ ഈസ് ആൻ entertaining and insightful account written by the legendary filmmaker സത്യജിത് റേ എഴുതിയിട്ടുള്ളൊരു ഫിലിമാണ്, ഒരു റിവ്യൂ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ളൊരു പാട്ടാണ് ഇത് ഈ പറയുന്ന പ്രൊജക്ട് ടൈഗർ. ദെൻ നറേറ്റിംഗ് ഹിസ് റിയൽ എക്സ്പീരിയൻസ് ഓഫ് എ ഫിലിം ഇൻ എ ടൈഗർ ഫോർ വൺ ഓഫ് ഹിസ് മൂവി. നമ്മുടെ സത്യജിത് റേയുടെ ഫിലിമിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ടൈഗറിനെ യൂസ് ചെയ്യുകയാണ്. ആ ഒരു ടൈഗറിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദ piece showcase race storytelling brilliance blending humorous adventures and the challenges of filmmaking. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, the how challenging situations it is. ഷൂട്ടിംഗ് സീനിനെ പറ്റിയിട്ട് ചോദിക്കില്ല, അതേപോലെ തന്നെ ആ ഒരു ഫൈറ്റ്, അവിടെ ഷൂട്ടിംഗ് സീനിലൊരു പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, the tiger tends to do harm for the others. The people who have visited to watch the shooting, they become panic and the thing has been reported in the next day's newspaper. അത് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടായിട്ട് വന്നു. ഇറ്റ് ക്യാൻ ബി ആസ്ഡ്, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഓക്കെ, then what happened, the piece showcase race storytelling brilliance blending humorous adventures and the challenges of filmmaking. What all challenges he have faced, everything we can see in this chapter. In the story, Ray shares how he needed a tiger for a particular scene in his film. Instead of using animation or special effect, he decided to shoot with a real tiger. നമ്മുടെ സത്യജിത് റേയുടെ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഒരു ടൈഗറിനെ ആവശ്യമുണ്ടായിരുന്നു. ആനിമേഷൻസോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സംതിങ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ആനിമേഷൻ ഓർ സ്പെഷ്യൽ, ഹി ഡിസൈഡഡ് ടു ഷൂട്ട് വിത്ത് എ റിയൽ ടൈഗർ. ശരിക്കൊരു ടൈഗറിനെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. But the film did not go as planned. ശരിക്കും പ്ലാൻ ചെയ്ത പോലെ എന്ത് സംഭവിച്ചില്ല, ആ ഒരു ഫിലിമിന് പോകാനായിട്ട് പറ്റിയില്ല. The tiger, despite being used to human presence, turned unpredictable, creating choice in the set. എന്ത് ചെയ്തു, ഇത്രയും ആൾക്കാരെയും ഷൂട്ടിംഗ് എല്ലാം കൂടെ കണ്ട സമയത്ത് the tiger has done so many changes. It has changed a lot. പെട്ടെന്ന് തന്നെ ഒരുപാടായിട്ട് മാറിപ്പോയി. Then the tiger, despite being used to the human presence, turned unpredictable, creating choice on the set. The crew struggled to control the situation, making the shoot both amusing and challenging. എന്ത് സംഭവിച്ചു, the person who were there, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്ത് ക്രിയേറ്റ് ചെയ്തു, the shooting make them amusing and challenging. നല്ല രീതിയിൽ അത് ചലഞ്ചിങ് ആയിട്ട് മാറി. ബിക്കോസ് they don't know what had happened. എന്താ അവിടെ സംഭവിക്കുന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം പോലും ആർക്കും അറിയാതെയായിട്ട് മാറിപ്പോയി. The challenge, it was that much changes has occurred. Then what happened, though this light-hearted account, Ray also brings out the difficulties of working with animals in film. At the same time, he subtly hints on the importance of wild conservation, referring to the Project Tiger, the Indian government initiative to protect the tiger. The story is not just a humorous recollection but also a reflection of filmmaking. Yes, this is an important point. Okay, the story is not just a humorous recollection but also a reflection of film's unpredictable nature. എന്ത് പറയാൻ പറ്റും, ശരിക്കും ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നൊരു, ഇറ്റ്സ് നോട്ട് എ റീകളക്ഷൻ ഫ്രം ദ മെമ്മറി, മനസ്സിൽ നിന്ന് ഓർത്തെടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല. എന്താ, ദ സ്റ്റോറി ഈസ് നോട്ട് ജസ്റ്റ് എ ഹ്യൂമറസ് റീകളക്ഷൻ ബട്ട് ഓൾസോ എ റിഫ്ലക്ഷൻ ഓഫ് ഫിലിം മേക്കിംഗ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ. എങ്ങനെ എത്രയും ഡിഫിക്കൽട്ടോടെയാണ് ഒരു ഫിലിം ഉണ്ടാക്കുന്നത്, ഹൗ മച്ച് സ്ട്രഗിൾ എ പേഴ്സൺ ഈസ് ബീൻ ഫേസിങ്, എവറിഥിങ്. വിത്ത് ഹിസ് സിഗ്നേച്ചർ വിത്ത് ആൻഡ് വിവിഡ് ഡിസ്ക്രിപ്ഷൻ, റേസ് മേക്സ് ദ പ്രൊജക്ട് ടൈഗർ ആൻഡ് എൻഗേജിങ് ആൻഡ് മെമ്മറബിൾ ഫോർ റീഡ്. എന്ത് ചെയ്തു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇതൊരു അടിപൊളിയായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് റീഡിംഗ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇതാണ് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് ടൈഗറിനെ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഐഡിയ. ഓക്കെ, പ്രൊജക്റ്റ് ടൈഗർ. Then okay, so നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ, എ സ്മോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എന്താ, ഒരു ന്യൂസ് പേപ്പറിൽ
ഇങ്ങനെ നമ്മളുടെ സത്യജിത്ത് റേയുടെ പുതിയൊരു ഫിലിമിന് വേണ്ടിയിട്ട് ടൈഗറിനെ വേണമെന്ന് പറഞ്ഞൊരു എൻക്വയറി നടത്തുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദ എൻക്വയറി ഫോർ എ ടൈഗർ ടു ആക്ട് ഇൻ എ മൂവി. ഒരു ടൈഗറിനെ മൂവിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് എങ്ങനെ വരാം? വാട്ട് ഓൾ ആർ ദ ബേസിക് തിങ് ദാറ്റ് യു നീഡ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് എ റിപ്പോർട്ട്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് വാട്ട് ഓൾ തിങ് യു നീഡ് ടു നോ about the heading. About the heading, a heading need to be there, then day must be there, then place, then content. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാവണം? പ്രോപ്പറായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. റൈറ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ദ എൻക്വയറി ഓഫ് എ ടൈഗർ ടു ആക്ട് ഇൻ എ മൂവി. ഒരു മൂവിയിൽ ഒരു ടൈഗറിനെ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസിലുള്ളൊരു റിപ്പോർട്ടാണ്. ഹൗ വി ക്യാൻ റൈറ്റ് ഇറ്റ്? നോക്കിയേ, ഹെഡിങ് കൊടുത്ത് നോക്കിയേ, ഫിലിം മേക്കേഴ്സ് ഇൻ സെർച്ച് ഓഫ് എ ട്രെയിൻഡ് ടൈഗർ ഫോർ അപ്കമിങ് മൂവി. നോക്കിയേ എത്ര ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ഫിലിം മേക്കേഴ്സ് ഇൻ സെർച്ച് ഓഫ് എ ട്രെയിൻഡ് ടൈഗേഴ്സ് ഫോർ ദ അപ്കമിങ് മൂവി. ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ ഡേറ്റ് ലൈൻ, യെസ്, എന്ത് ചെയ്യണം? ഫിലിം മേക്കേഴ്സ് ഇൻ സെർച്ച് ഓഫ് എ ട്രെയിൻഡ് ടൈഗർ ഫോർ ദ അപ്കമിങ് മൂവി എന്ന് നമ്മൾ കൊടുത്തു. ദെൻ കൊൽക്കത്ത February 22, ഡേറ്റും ടൈമും കൊടുത്തു. ദെൻ എ റിനോൾഡ് ഫിലിം പ്രൊഡക്ഷൻ ടീം ഈസ് ഓൺ ലുക്ക് ഔട്ട് ഫോർ എ വെൽ ട്രെയിൻഡ് ടൈഗർ ടു സ്റ്റാർ ഇൻ ദർ അപ്കമിങ് മൂവി. എന്താ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു? ഏതാ? എ റിനോൾഡ് ഫിലിം പ്രൊഡക്ഷൻ. ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് നോക്കിയേ, വെൽ ട്രെയിൻഡ് ടൈഗർ, നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൊരു ടൈഗറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദേ ഹാവ് ഗിവൺ ദ അഡ്വർടൈസ്മെൻറ്റ്. ദെൻ ദ ഫിലിം മേക്കേഴ്സ് നോൺ ഫോർ ദ commitment to realism have decided to use a real tiger instead of relying on special effect on animation. അതും കൊടുത്തു. എന്താ ശരിക്കും ഫിലിമിന് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആനിമേഷൻസോ കാര്യങ്ങളൊന്നുമല്ല, ദേ ആർ ലുക്കിംഗ് ഫോർ എ റിയൽ ടൈഗർ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു ടൈഗറിനെ തന്നെ അന്വേഷിച്ചിട്ടാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്. ദെൻ സ്റ്റാഫ് റിപ്പോർട്ട്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ സ്റ്റാഫ് റിപ്പോർട്ട് എന്നും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോ പ്രോബ്ലം. നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കൊടുത്തു എന്ന് പറഞ്ഞിട്ടും പ്രശ്നമില്ല. ദ ഫിലിം മേക്കേഴ്സ് നോൺ ഫോർ ദ കമ്മിറ്റ്മെൻറ്റ് ടു റിയലിസം have decided to use a real tiger instead of relying on special effects on animation. According to the sources, the production team has been reaching out to the wildlife trainers and animal reserve across the country. We need a tiger that is accustomed to human presence and can perform the basic movement on command. അവർ ക്ലിയർ ആയിട്ട് എന്ത് കൊടുത്തു? ക്ലിയർ ആയിട്ട് കൊടുത്ത് നോക്കിയേ. The production team has been reaching out of the wildlife trainer and animal reservation across the country. They need a tiger. They requires a tiger for what? Human presence can perform the basic movement. അതായത് മനുഷ്യൻ്റെ കമൻ്റ് അനുസരിച്ചിട്ട്, അപ്പോൾ ബേസ്ഡ് ഓൺ ദ കമൻറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ആളുകൾ പറയുന്ന കമൻ്റ് അനുസരിച്ചിട്ട് ഒരു പെർഫോം ചെയ്യുന്ന ടൈഗറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. We need a tiger that is accustomed to human presence and can perform basic movement on command. Safety is our top priority, said a spoken person for the film. അതേപോലെ തന്നെ ഒരു പേഴ്സൺ എന്ത് പറഞ്ഞു? ഫിലിമിലുള്ളൊരു പേഴ്സൺ പറഞ്ഞിരുന്നു എന്താ? സേഫ്റ്റി ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, വി ആർ ഗിവിങ് മോർ പ്രയോറിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി, സെഡ് എ സ്പോക്ക് പേഴ്സൺ ഫോർ ദ ഫിലിം. ഫിലിമിന് വേണ്ടിയിട്ട് ഒരാൾ എന്ത് പറഞ്ഞു? വി ആർ ഹൈലൈറ്റിംഗ് ഓൺ വാട്ട്? സേഫ്റ്റി. സേഫ്റ്റിക്കാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ സെർച്ച് has posed challenges as trained tigers are rare and the behavior remains unpredictable. The team is considering working with professional animal handlers to ensure the smooth and ethical film process. അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത്, യെസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിൽ എഴുതണം? ബോക്സിൽ എഴുതണം. ഓക്കെ, ഇവിടെ ബോക്സ് ഇട്ടിട്ടില്ല. ബോക്സ് ഇട്ട മാറി മാറി പോകുന്നതുകൊണ്ടാണ് ബോക്സിലിടാതിരുന്നത്. ഓക്കെ, okay, it need to be written in a box.
Okay. Then the search has posed challenges as trained tigers are rare and the behaviors are unpredictable. In the behaviors remain unpredictable. ഈ ഒരു ടൈഗേഴ്സിനെ മാത്രമല്ല ഇവർ അന്വേഷിക്കുന്നത്. They are not only looking for tigers, they are also searching for the professionally trained persons. എന്താ ഈ ഒരു ട്രെയിനറിനെയും കൂടെ അവർക്ക് ആവശ്യമുണ്ട്. The team is considering working with the professional animal handlers to ensure smooth and ethical filming process. Then, wildlife expert has also emphasized the importance of ensuring the tiger's well-being during the shoot. അതേപോലെ തന്നെ എന്താ വൈൽഡ് ലൈഫ് എക്സ്പേർട്ട് നമുക്ക് എന്ത് പറയും വൈൽഡ് ലൈഫ് സെറ്റിംഗ് ഓർ ഫ്രം ദ ഗവൺമെൻറ് സെക്ഷൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അവരുടെ ഇൻഫർമേഷൻ പ്രകാരം എന്താ ദ ടൈഗർ ഷുഡ് ബി വെൽ ഹെൽത്തി, ഇറ്റ് മസ്റ്റ് നോട്ട് ഹാവ് എനി പ്രോബ്ലം, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ടൈഗർ എന്താ വെൽ ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ കൺസർവേഷനിസ്റ്റ് സജസ്റ്റ് ദാറ്റ് പ്രോപ്പർ കെയർ ആൻഡ് എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ത്രൂ ദ പ്രോസസ്. കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ദ പേഴ്സൺ ഹു ആർ കൺസിഡറിങ് ദ എൻവയൺമെൻറ്റ്, കൺസർവേഷനിസ്റ്റ് ആർ ഓൾസോ സജസ്റ്റിംഗ് ദാറ്റ് they must have a good treatment for the tiger. With casting and production in full swing, film enthusiasts are eager to see how this ambitious project unfolds. The film hopes to finalize the tiger star soon and begin the shooting in the coming month. എത്രയും പെട്ടെന്ന് ഒരാളെ കിട്ടണം, ആളെ കിട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്, ദ കമ്പനി ഈസ് ബീങ് സജസ്റ്റിംഗ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് filmmakers in search of trained tigers for the upcoming movies. This is a small note. It's a small note about the how to write. Okay, ഇതാണ് നമ്മളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇറ്റ് മസ്റ്റ് നോട്ട് ഷിഫ്റ്റ് ഫ്രം വൺ പേജ് ടു അനദർ. ഒരു പേജിൽ നിന്നും അതിന് ബാക്കി എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത പേജിലോട്ടേക്ക് ഒന്ന് പോകാനായിട്ട് പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ഇൻ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പേപ്പർ പേജ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. On the basis of the chapter Project Tiger, Satyajit Ray writes the letter requesting to the Animal Husbandry Board for the tiger to act in the film. Write the letter. അതായത് അനിമൽ ബോർഡിനോട് എന്ത് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആരുടെ പേര് എഴുതണം, യുവർ നെയിം എന്നുള്ള സ്ഥലത്ത് ആരുടെ പേര് എഴുതണം, വി നീഡ് ടു റൈറ്റ് ദ നെയിം ഓഫ് സത്യജിത്ത് റേ. ഓക്കെ, നമ്മൾ ആരുടെ പേര് എഴുതണം, സത്യജിത്ത് റേസ് അഡ്രസ്. ഓക്കെ, ദെൻ ഡേറ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇപ്പോൾ 2nd May 2025 ഇങ്ങനെ നമ്മൾ എഴുതാൻ പറ്റില്ല. നമ്മൾ ഏത് ഫോമാറ്റിൽ വേണം എഴുതാൻ, വി നീഡ് ടു റൈറ്റ് ഇറ്റ് ഇൻ 2nd May 2025. വി നീഡ് ടു റൈറ്റ് ഇൻ ദിസ് ഫോമാറ്റ്. ഈ ഒരു ഫോമാറ്റിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, ദെൻ ടു ഹൂം ഇവിടെ ഏതാണ്, ഇതാണ് നമ്മളുടെ ഫ്രം അഡ്രസ്. ദെൻ ഡേറ്റ്, ദെൻ ടു അഡ്രസ്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് ലീവ്ഡ് എ ലൈൻ. നമ്മളിവിടെ എല്ലാം ഓരോ ലൈന് ലീവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്കെ, ദ ചെയർമാൻ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ബോർഡ് അഡ്രസ്, ദെൻ സിറ്റി. ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ചെയർമാന് വേണ്ടിയിട്ട്. ഏത് ചെയർമാൻ, അബൌട്ട് ദ ബോർഡ് ഓഫ് അഡ്രസ്, ദെൻ സിറ്റി, സ്റ്റേറ്റ് ഓഫ് പിൻകോഡ്. ദെൻ ഹിയർ വി നീഡ് ടു സീ വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, സബ്ജക്റ്റ്. അതേപോലെ തന്നെ ചില സ്കൂളിലെ ടീച്ചേഴ്സ് പറയാറുണ്ട് ആദ്യം എഴുതേണ്ടത് ഈ ഒരു സല്യൂട്ടേഷനാണ്, അതിനുശേഷം എന്താണ് ഈ പറയുന്ന സബ്ജക്റ്റ് ആണെന്ന്. ചിലവർ പറയുന്നുണ്ട് സബ്ജക്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് സല്യൂട്ടേഷൻ. ബോത്ത് ആ കറക്റ്റ്. എഴുതിയിട്ടുള്ള രണ്ടും എന്ത് തന്നെയാണ്, കറക്റ്റാണ്. നമുക്ക് എന്തുണ്ടാവണം, ഈ പറയുന്ന സബ്ജക്റ്റും ഉണ്ടാവണം, അതേപോലെ തന്നെ സല്യൂട്ടേഷനും ഉണ്ടാവണം. ആ ഒരു കാര്യമുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ഹിയർ, ഇവിടെയാണ് റെസ്പെക്റ്റഡ് സാർ എന്ന് പറഞ്ഞു, അതിനുശേഷം സബ്ജക്റ്റ്. ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് മാനർ ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ ദി റൈറ്റ് മാനർ. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഓക്കെ, നമുക്കതിൽ പ്രശ്നമില്ല. ദെൻ നോക്കിയേ, റിക്വസ്റ്റ് ഫോർ പെർമിഷൻ ടു യൂസ് എ ടൈഗർ ഇൻ അവർ ഫിലിം. ഞങ്ങളുടെ ഫിലിമിന് ഒരു ടൈഗറിനെ യൂസ് ചെയ്തുകൊണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈഗറിനെ യൂസ് ചെയ്യാനുള്ളൊരു പെർമിഷൻ ചോദിക്കുക, അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, നോക്കിയേ,
I hope this letter find you well. I am writing this letter to seek permission from the Animal Welfare Board of India to feature a tiger in our upcoming film. ഫസ്റ്റത്തെ സെൻറ്റൻസിൽ തന്നെ എന്ത് പറഞ്ഞു? നമ്മുടെ ആവശ്യം പറഞ്ഞു. Okay, in the first sentence itself, I hope this letter finds you well. I am writing this letter to seek permission from the animal board. In the animal board ൽ നിന്നും പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട്? എ ടൈഗർ ഇൻ അവർ അപ്കമിങ് ഫിലിം. ഒരു ടൈഗറിനെ, യെസ് കറക്റ്റ്, എന്താണ്? നെയിം, അഡ്രസ്സ്, പ്ലേസ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, കണ്ടൻറ്റ്, കൺക്ലൂഷൻ, സിഗ്നേച്ചർ. യെസ് കറക്റ്റ് തന്നെയാണ്. ബട്ട് എന്താണ് നമ്മൾ ഇതിന്ന് മാത്രം എഴുതി വെച്ച സിഗ്നേച്ചർ അല്ലെങ്കിൽ എന്താ നെയിം, അഡ്രസ്സ്, പ്ലേസ്, ടു അഡ്രസ്സ് എന്ന് എഴുതിയിട്ട് പോരാ. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇൻസ്പയർഡ് ബൈ മൈ എക്സ്പീരിയൻസ് ഇൻ ഫിലിം മേക്കിംഗ് ആസ് ഐ ഷെയർഡ് ഇൻ മൈ ചാപ്റ്റർ പ്രൊജക്ട് ടൈഗർ, I understand the importance of treating animals with care and responsibility during the shoot. എന്താ എനിക്ക് അറിയാം ടൈഗറിനെ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് we need to be that much care. We assure you that all necessary safety measures will be taken to ensure the tiger's well-being. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ടൈഗേഴ്സിന് ഏത് രീതിയിൽ ഷൂട്ടിങ്ങിന് എടുക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. A team of experienced animal handlers and veterinarians will be present throughout the shoot. ഈ ഒരു ഷൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കംപ്ലീറ്റ് എന്തുണ്ടാകും? ദർ വിൽ ബി സോ മെനി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ടു ഹാൻഡിൽ. നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേഴ്സൺസ് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. ദെൻ വി വിൽ സ്ട്രിക്ട്ലി അഡർ ടു ദ ഗൈഡൻസ് സെറ്റ് ഓഫ് ബൈ ദ ബോർഡ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് അനിമൽസ് ഇൻ ദ ഫിലിംസ്. എന്താ? വി വിൽ സ്ട്രിക്ട്ലി adheres to the guidelines set of the board regulatory use of animals in the film. ഈ ബോർഡ് പറയുന്ന പോലെ തന്നെ എന്ത് ചേഞ്ചസ് വരുത്താൻ ഞങ്ങൾ വില്ലിംഗ് ആണ്. ദ ടൈഗേഴ്സ് പ്രസൻസ് ഈസ് ക്രൂഷ്യൽ ഇൻ അവർ സ്റ്റോറി ലൈൻ. കാരണം എന്താ? ടൈഗർ ഇല്ലാതെ ഞങ്ങൾക്ക് ആ ഒരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് വി ആർ കമ്മിറ്റഡ് ടു പോർട്രേ ഇറ്റ് വിത്ത് ദ ഡിഗ്നിറ്റി ആൻഡ് വിത്തൗട്ട് എനി ഹാം. വി കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു അപ്രൂവ് ദിസ് ആൻഡ് വി ആർ ഓപ്പൺ ബൈ എനി അഡീഷണൽ കണ്ടീഷൻ യു മേ ഇമ്പോസ് ഫോർ ദ അനിമൽ ബോർഡ്. അതായത് വേറെ എന്തെങ്കിലും ചേഞ്ചസോ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അതും കൂടെ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദേ ഹാവ് കൺക്ലൂഡഡ് ദാറ്റ്. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ പ്രസൻറ്റ് പോസിറ്റീവ് റെസ്പോൺസ് യുവർ സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നെയിം ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് സിഗ്നേച്ചർ. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഒരു ഫോമാറ്റ്, ഹൗ ക്യാൻ വി റൈറ്റ് ദ ഫോമാറ്റ്? നമുക്ക് എങ്ങനെ ഫോമാറ്റ് എഴുതാനായിട്ട് പറ്റും? ഹൗ? First thing that you need to notice, first from address നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ആദ്യം എഴുതുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഫ്രം അഡ്രസ് എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ബിഗിൻ ഫ്രം അഡ്രസ്. ദെൻ ഡേറ്റ്, വി നീഡ് ടു റൈറ്റ് അബൌട്ട് ദ ഡേറ്റ്. ഹിയർ വി ആർ ലീവിങ് എ ലൈൻ, ഒരു ലൈൻ വിട്ടിട്ടുണ്ട്. ദെൻ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിട്ടു. അതിനുശേഷം ഫ്രം അഡ്രസ്സിന് ശേഷം ടു അഡ്രസ്. Then also we just leave a line. Then അടുത്തത് ഏതാ? അടുത്തത് നമുക്ക് സബ്ജക്റ്റ് ഓർ സല്യൂട്ടേഷൻ. സബ്ജക്റ്റ് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ. Then again leave a line. സബ്ജക്റ്റ് ഓർ സല്യൂട്ടേഷൻ. സബ്ജക്റ്റ് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ. Then here goes our content. പിന്നെ നമ്മുടെ കണ്ടൻ്റ് ആണ് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം താഴെ എന്താ? താഴെ നമുക്ക് എങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ. കൺക്ലൂഷൻ എങ്ങനെ എഴുതുക? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നെയിം, സിഗ്നേച്ചർ. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഏത്? This is the format why we are writing a letter. ഒരു ലെറ്റർ എഴുതുന്ന സമയത്തുള്ള ഫോമാറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, is it clear? ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഫോമാറ്റാണ്. ദെൻ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ദെൻ ഫ്രം ദ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ളത് ഏതാ, അടുത്തൊരു ചാപ്റ്ററാണ്. ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം? വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം നോക്കിയേ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് there may be a question called എന്താ, do you suggest any other name for this chapter? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഏതെങ്കിലും കാര്യം എന്ത് ചെയ്യാൻ പറ്റും, സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഡു യു സജസ്റ്റ് എനി അതർ തിങ്സ് ഫ്രം ദിസ് ചാപ്റ്റർ? ഈ ഒരു പേര് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഈ ഒരു റൈറ്റപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റൈറ്റപ്പ്. അതേപോലെ തന്നെ നറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നറേഷൻ. Then write up, narration, write up, and also the best investment I ever made. Can you suggest any other name? ഈ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ളതിന് വേറെ ഏതെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? ബിക്കോസ് ഇറ്റ് ഈസ് ബീൻ കണ്ടഡ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഞാൻ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇറ്റ്സ് ബീങ് കൺസിഡറിങ് ദാറ്റ് ഇറ്റ് ഈസ് ബീങ് കൺസിഡർഡ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹി ഹാവ് ഡൺ, ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഡു യു സജസ്റ്റ് എനി അതർ നെയിം റാദർ ദാൻ ദിസ്? ഇതല്ലാതെ വേറെ ഏതെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? നോ, ദർ ഈസ് നോ അതർ നെയിം ബെറ്റർ ദാൻ ദിസ് ഓപ്ഷൻ. ലിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഗേവ് ലൈഫ് ടു ലോട്ട്. ഓക്കെ, ലിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഗേവ് ബെറ്റർ ലൈഫ്സ് ടു ലോട്ട്. യെസ്, ഓക്കെ. ഓക്കെ, ബട്ട് ഐ പേഴ്സണലി സജസ്റ്റ് ദാറ്റ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഞാൻ ചെയ്തിട്ടുള്ള ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതി. ഓക്കെ, ദെൻ അടുത്തതാണ് ഇത് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച്, ദെൻ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ എന്തൊക്കെ ചോദിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്? വി ക്യാൻ ask what all things from this chapter. Do you suggest any other name? Then narration, then write up, character sketch, then what all things? Diary written by ആരൊക്കെ എഴുതിയത്? A.J. Croning എഴുതിയ ഡയറി ചോദിക്കാം. Then the diary written by the John. Then what all? Letter written by A.J. Croning to his wife. A.J. Croning എന്ത് ചെയ്യുകയാണ്? Yes, diary of A.J. Croning ൻ്റെ ചോദിക്കാം. Then what all question can be asked from this chapter? Letter written by A.J. Croning to his wife, അല്ലെങ്കിൽ letter written by John to his friend ചോദിക്കാം. Then next conversation ചോദിക്കാം. Okay, conversation between Mr. John and Mrs. John. Okay, thought. എന്താണ് അഗു? What do you mean by thought? ഓക്കെ, ദിസ് ഓൾ തിങ്സ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമ്മളുടെ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ മെയിൻ തിങ് ഈസ് അബൌട്ട് ദ പ്രിപ്പയർ 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. യെസ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ടു John and A.J. Croning. രണ്ടാളോടും ചോദിക്കാൻ പറ്റില്ലേ? 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഡോക്ടർ ജോൺ ഓർ A.J. Croning. രണ്ടാളോടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. A.J. Croningനോടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം, അതേപോലെ തന്നെ ആരോടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം? നമ്മളുടെ ജോൺ ആൻഡ് A.J. Croning. ദെൻ പിന്നെന്തൊക്കെ ചോദിക്കാം? ഇതാണ് മെയിനായിട്ട് വരുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. Okay, so here comes the first question. Character sketch of John in the best investment I ever made. Character sketch of John. Johnന്റെ character sketch ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു സെക്ഷൻ. നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ആസ്ക്ഡ്? എന്തൊക്കെ പറയാം? ഫസ്റ്റ്
Paragraph about your welfare. Okay, paragraph about your welfare, that's also a good question. Okay, John is one of the central character in the story. The best investment I ever made. The best investment I ever made എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? The most important character is Mr. John. He is depicted as an intelligent, hardworking and a thoughtful individual with a strong sense of responsibility. Yes. എന്ത് പറയാൻ പറ്റും? He is depicted as an intelligent and also a hardworking and a thoughtful individual with a strong sense of responsibility. He is a person who is having a strong responsibility. ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. ഇത് മുഴുവൻ എഴുതണ്ട കേട്ടോ. What all things that you can write. I have already told you that you need to consider the mark. You need to look after the mark. You need to look how much mark each question is carrying. എത്ര ക്വസ്റ്റ്യൻ ആണ്, എത്ര ടൈം ഉണ്ട്, മെയിൻസ് പോയിന്റ് ഏതൊക്കെ ചേർക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, ഏതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് നമുക്ക് എഴുതേണ്ടത് എന്നുള്ള കാര്യം പറയാം. Okay, his personality evolves through the narratives revealing both the pragmatic approach to his life and capacity for emotional growth. At the starting stage, John is portrayed as someone focused on material. ഇതൊന്നും വേണ്ട. Okay, this one is not having that much importance. ഈ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. Okay, main thing what we can tell about him is about the first thing, John is the one of the central character in the story, the best investment I ever made. ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളുടെ ജോണിൻ്റെ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ദെൻ ദ ബസ് ഹീ ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എൻ ഇൻ്റലിജൻറ്റ് ഹാർഡ് വർക്കിംഗ് ആൻഡ് എ തോട്ട്ഫുൾ ഇൻഡിവിജ്വൽ വിത്ത് സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഏതാ സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. ഹീ ഈസ് എ പേഴ്സൺ, ഹീ ഈസ് ഓൾഡ്, ഹീ ഈസ് വിയറിംഗ് എ സ്പെക്ടക്കിൾ, ഹിസ് ഹെയർ ഹാസ് ബീൻ ഗ്രോൺ ലിറ്റിൽ മോർ ഷോർട്ടർ, ഹീ ഈസ് എ ഷോർട്ട് പേഴ്സൺ, ഹീ ഈസ് ഹാവിംഗ് നിയർ ടു 40 years ഓഫ് ഓൾഡ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത് പറയുന്നത് നോക്കിയേ, ഡിസ്പൈറ്റ് ഹിസ് ഫോക്കസ് ഓൺ അച്ചീവിംഗ് സക്സസ്, ജോൺ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇമ്മ്യൂൺ ടു ദ ഇമോഷണൽ സ്ട്രഗിൾസ്. He faces personal challenges, particularly when it comes to balancing the ambitions with his relationship. This is where the turning point of his character happened. John realized some of the best investment are not financial but emotional and relationship. Okay, നമുക്ക് മെയിനായിട്ട് എഴുതേണ്ടത് ഏത് മാത്രമാണ്? ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സെറ്റല്ല, ഏതാണ്? നമ്മൾ ഈ പറയുന്ന ഫസ്റ്റത്തെ പാരഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. മോഡൽ സിമ്പിൾ ആണെങ്കിൽ SLC എക്സാം ടൈറ്റ് ആകുക, നത്തിങ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, നമ്മൾ പഠിക്കുക, മാക്സിമം എല്ലാ ചാപ്റ്ററിനെയും പറ്റി നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുക, എക്സാമൊക്കെ ഈസിയാണ്. ഓക്കെ, എന്താ ടൈറ്റായിട്ട് വരാനുള്ളത്? നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്ററും പഠിച്ചിട്ടുണ്ട് എങ്കിൽ ദെൻ വാട്ട് ഈസ് ദ നീഡ് ദാറ്റ് ദ എക്സാം ഷുഡ് ബി ടൈറ്റ്. എങ്ങനെ എക്സാം ടൈറ്റ് ആവാൻ പറ്റും? നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മളെല്ലാ ചാപ്റ്റർ പഠിച്ചു, ക്വസ്റ്റ്യൻസ് പഠിച്ചു, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു, റിപ്പോർട്ട് പഠിച്ചു, അതേപോലെ തന്നെ ഗ്രാമർ 22 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, ഈ 22 മാർക്കിന് ചോദിക്കുന്ന ഗ്രാമറും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ബി കൂൾ ആൻഡ് ഹാപ്പി. ഓക്കെ, അതേപോലെ തന്നെ ഇപ്രാവശ്യം മോഡലിന് നിങ്ങൾ കണ്ടൊരു ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ത്? കഴിഞ്ഞ വട്ടങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ് തന്നിട്ടുണ്ട്, ആൻഡ് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് സം ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് എ ന്യൂ വൺ. അത് ഇപ്രാവശ്യമായിട്ട് ചോദിക്കുന്ന ഒരു പുതിയ എണ്ണമാണ്. അത് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്ത് നോക്കിയേ, ഇൻ എ വേൾഡ് ഓഫൺ ഫോക്കസ്ഡ് ഓൺ മെറ്റീരിയൽ സക്സസ്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് encourages people to reflect on the more meaningful aspect of life that go beyond the financial gain. എന്താ പറയുന്നത് നോക്കിയേ, മോർ ദാൻ ഫിനാൻഷ്യൽ ഗെയിൻ ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്ത് എല്ലാ ആളുകളും ഇപ്പോൾ എന്തിനാ പോകുന്നു? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ റണ്ണിങ് ബിഹൈൻഡ് ദ ഫിനാൻഷ്യൽ ഗെയിൻസ്. എന്താ ഫിനാൻഷ്യൽ ഗെയിൻ? പൈസ കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഗോയിങ് ബിഹൈൻഡ് ദാറ്റ്, ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. എന്താ? ദ പേഴ്സൺ മസ്റ്റ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുന്നത് എന്താ? ഫിനാൻഷ്യൽ ഗെയിൻ അല്ല എന്നുള്ള രീതിയിൽ വേണം ചെയ്യാൻ. In the world often focused on material success, the best investment I ever made encourages the people to reflect on the more meaningful aspects of life that go beyond the financial gain. It highlights the importance of investing in relationship, personal growth and emotional well-being, things that provide long-term fulfillment and happiness. എന്താ പറയുന്നത് നോക്കിയേ, it highlights the importance of investing in relationship,
Personal growth and emotional well-being things that provide long-term fulfillment and happiness. എന്താ പറയുന്നത് നോക്കിയേ, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിലായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഡൺ ഓൺ റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, ഇമോഷണൽ വെൽബീയിങ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഇറ്റ് വിൽ പ്രൊവൈഡ് ലോങ് ടേം ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഹാപ്പിനെസ്. ദെൻ ഓൺലി ഇറ്റ് വിൽ പ്രൊവൈഡ് ലോങ് ടേം ഹാപ്പിനെസ്. ഒരുപാട് നാളേക്കുള്ള ഹാപ്പിനെസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അവർ റിലേഷൻഷിപ്പ്. ബിൽഡിംഗ് സ്ട്രോങ് കണക്ഷൻസ് with family, friends and loved ones bring joys and emotional security that cannot be bought. എന്താ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏതില്ല? റിലേഷൻഷിപ്പ്, അബൌട്ട് ദ വാല്യൂസ് ഓഫ് പീപ്പിൾ, മറ്റുള്ള ആളുകളുടെ വാല്യൂസ്, അബൌട്ട് ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ്. ആ ഒരു വാല്യൂസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എന്താ, one of the most valuable investment is in relationship. Building strong connection with family, friends and loved one brings joy and emotional security that cannot be bought. ഒരിക്കലും മറ്റേതിനും തരാത്ത അത്രയും ഈ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി തരാനായിട്ട് പറ്റും. Time spent nurturing this bond become a lasting source of support and love, enriching our life for more than the material possession. ഒരു മെറ്റീരിയലിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലുപരി എന്ത് കിട്ടുന്നുണ്ട്, നമുക്കതിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നോക്കിയേ, ഇൻവെസ്റ്റിംഗ് ഇൻ ടൈം ഈസ് അനദർ കീ ആസ്പെക്ട്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഇൻവെസ്റ്റിംഗ് ഇൻ ദ ടൈം. ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻവെസ്റ്റിംഗ് ഇൻ ദ ടൈം ഈസ് അനദർ key aspect. It's also an important key aspects that help us. Okay, time spent on the personal growth, okay, then the time spent on the personal growth, learning new skills or pursuing new passion enhances the life in ways that financial success cannot. നമുക്ക് പല രീതിയിൽ അത് സക്സസ് ആവും, പക്ഷെ എന്താ, financial success cannot happen. This experience creates cherished memory to shape. Okay, then and the topic also emphasizes the value of emotional well-being and self-care. Prioritizing the mental health and personal development leads to a more balanced and fulfilled life. എന്താ പറയുന്നത് നോക്കിയേ, the topic also emphasizes the വാല്യൂ ഓഫ് ഇമോഷണൽ വെൽബീയിങ്. നമ്മൾ നല്ല രീതിയിൽ ഇമോഷണലി എന്തായിരിക്കണം, വി നീഡ് ടു ഗെറ്റ് കണക്ട് വിത്ത് ഇമോഷണലി നമ്മൾ നല്ല രീതിയിൽ കണക്റ്റ് ആയിരിക്കണം. ദ ടോപ്പിക് ഓൾസോ എംഫസൈസ് ദ വാല്യൂ ഓഫ് ഇമോഷണൽ വെൽബീയിങ് ആൻഡ് സെൽഫ് കെയർ. പ്രയോറിറ്റൈസിങ് ദ മെൻ്റൽ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ലീഡ്സ് ടു മോർ ബാലൻസ്ഡ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഫുൾഫില്ലിംഗ് ലൈഫിലോട്ട് അത് എത്തിക്കും. Ultimately, the best investment I ever made reminds us to prioritize what truly matters: experience, relationship and personal growth over wealth. എന്താ പറയുന്നത് നോക്കിയേ, the best investment I ever made reminds us to prioritize what truly matters: experience, relationship and personal growth over material wealth. എന്താ, മെറ്റീരിയൽ വെൽത്തിനെക്കാട്ടിലും കൂടുതൽ എന്താണ്, മൈ സിസ്റ്റേഴ്സ് ഷൂ ഡിസ്കസ് ചെയ്തിട്ടില്ല. മൈ സിസ്റ്റേഴ്സ് ഷൂ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് റിമൈൻഡ്സ് us to prioritize what truly matters: experience, relationship and personal growth over material wealth. It teaches that the most meaningful investment are those that nourish our hearts and soul. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇതിനെപ്പറ്റി പറയുന്നത്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൈ സിസ്റ്റേഴ്സ് ഷൂ പറഞ്ഞുകൊണ്ട് പറയാം, മൈ സിസ്റ്റേഴ്സ് ഷൂവിൽ ചോദിക്കാവുന്നത് ആകെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അതേപോലെ തന്നെ നമ്മുടെ കോൺവെർസേഷൻ ചോദിക്കാം. ആൻഡ് ഓൾസോ വൺ മോർ ക്വസ്റ്റ്യൻ, ദ ഇമ്പോർട്ടൻറ്റ് ബിറ്റ്വീൻ ദ ലവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബ്രദർ ആൻഡ് ദ സിസ്റ്റർ. ഇങ്ങനെയുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക, നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാൽ റൈറ്റ് ദ ഡയറി written by John after meeting the doctor saying that he have helped him for his life. ഓക്കെ, എന്താ നമ്മളുടെ ജോൺ എഴുതുന്ന ഒരു ഡയറി, നമ്മുടെ ജോണിനെ എന്ത് ചെയ്തു, ഡോക്ടർ ഹെൽപ്പ് ചെയ്തു, അതിൻ്റെ ഹാപ്പിനെസ് ആയിട്ട് ജോൺ എഴുതുന്നൊരു ഡയറി. ആ ഒരു ഡയറി എങ്ങനെ ഉണ്ടാവും, ഹൗ ദ ഡയറി വുഡ് ബി, ആ ഒരു ഡയറി എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഹൗ ദ ഡയറി വുഡ് ബി. ഓക്കെ, ആദ്യം തന്നെ എന്ത് എഴുതാം, നമുക്ക് ഡേറ്റ്,
day. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേ ഓർ ഡേറ്റ്. ഡേറ്റ് എഴുതാം, അതിനുശേഷം ഡേ. അതേപോലെ തന്നെ ടൈം, ഡേ, ഡേറ്റ്, ടൈം, എനിത്തിങ്. ഓക്കെ, എന്തെങ്കിലും അവിടെ ഉണ്ടാവണം. ഒന്നില്ലെങ്കിൽ എന്താ? ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ജോൺസ് സർവീസ്. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ജോൺസ് സർവീസ്. അത്രയ്ക്ക് നമുക്ക് ഡീപ്പായിട്ട് എന്ത് ചെയ്യാം? അത്രയ്ക്കും ഡീപ്പായിട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ദർ ആർ സോ മെനി അതർ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, അത്രയും ഡീപ്പായിട്ട് ചോദിക്കാറില്ല. ഓക്കെ, okay, day, date, time. Today was a day I will never forget. I met the doctor and I can truly say that he has helped me in the way I never imagined. Okay, today was a day I will never forget. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് ഇന്ന്. കാരണം എന്താ? ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എൻ്റെ. കാരണം എന്നെ അത്രത്തോളം സഹായിച്ച ഡോക്ടറെ ഞാൻ ഇന്ന് കണ്ടു. ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഐ മെറ്റ് ദ ഡോക്ടർ ആൻഡ് ഐ ക്യാൻ ട്രൂലി സേ ദാറ്റ് ഹി ഹാസ് ഹെൽപ്ഡ് മീ ഇൻ ദ വേ ഐ നെവർ ഇമാജിൻഡ്. ഞാൻ ഒരിക്കലും വിചാരിക്കുക പോലും ചെയ്യാത്ത, ഞാൻ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാത്ത അത്രയും രീതിയിൽ എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ് ആര്? ആ ഒരു ഡോക്ടർ. When I walked into his office, I was filled with worry about doubt, unsure of what the future held. എന്താ? When I walked into his office, I was filled with worry, unsure of what the future held. But his kind words and reassurance give me hope. എന്താ? പക്ഷേ ശരിക്കും ആ ഒരു ഡോക്ടറിൻ്റെ വാക്കുകളാണ് എനിക്ക് എന്ത് ചെയ്തത്? The words about him has given me the scope. Then he listened to me with such patience, understanding a fear and concern I had. He didn't just treat my illness, he gave me new perspective in life. His encouragement, his wisdom and his unwavering support has given me the strength to keep going. എന്താ? ശരിക്കും എന്നെ എന്ത് ചെയ്ത്? ശരിക്കും എന്നെ നല്ല രീതിയിൽ സഹായിച്ചത് ആരാണ്? മെയിൻലി he listened to me with such patience. എന്നോട് അത്രയും പേഷ്യൻസോടുകൂടെ, എന്നോട് അത്രയും എന്ത് ചെയ്തു? അത്രയും പേഷ്യൻസോടുകൂടെ ലിസൺ ചെയ്തു. He helped me in such patience, understanding every fear, concern I had. He didn't just treat my illness, he gave me a new perspective of life. ശരിക്കും എനിക്ക് എന്താണ്? എൻ്റെ ലൈഫിന് വേണ്ടി പുതിയൊരു പെർസ്പെക്റ്റീവ് തന്നെ പ്രൊവൈഡ് ചെയ്തു. ഹിസ് എൻകറേജ്മെൻറ്റ്, ഹിസ് വിസ്ഡം ആൻഡ് ഹിസ് അൺവേവറിങ് സപ്പോർട്ട് ഹാവ് ഗിവൺ മീ ദ സ്ട്രെങ്ത് ടു കീപ് ഗോയിങ് ഓൺ. അതേപോലെ തന്നെ എന്താ? ഈ ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ട്, ഈ ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ടും ഡോക്ടറിൻ്റെ ഹെൽപ്പും, ഡോക്ടർ ചെയ്തു തന്നിട്ടുള്ളൊരു ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ദ തിങ് ഐ ഹാവ് ഗോൺ ദിസ് മച്ച്. Okay, I can't thank him enough. It feel like he has given me a second chance. It's a good sentence. നോക്കിയേ, ഈ ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. I can't thank him enough. It feels like he has given me a second chance. എനിക്ക് ശരിക്കും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? I cannot thank him because he has given me a second chance. ഓക്കെ, കാരണം എന്താ? എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് പുതിയൊരു സെക്കൻഡ് ചാൻസ് തന്നെ തന്നത് ആരാണ്? ഈ പറയുന്ന ഡോക്ടറാണ്. ഐ കാൺ താങ്ക് ഹിം ഇനഫ്. ഇറ്റ് ഫീൽ ലൈക്ക് ഹി ഹാസ് ഗിവൺ മീ എ സെക്കൻഡ് ചാൻസ്. ബിക്കോസ് എന്താ? ഈ ഒരു ഡോക്ടർ കാരണമാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഐ ഹാവ് ഗോട്ട് എ സെക്കൻഡ് ചാൻസ്, എ ന്യൂ പാത്ത് ഫോർവേഡ്. ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്, ഫോർ ഹിസ് ഹെൽപ്പ് ആൻഡ് ഫോർ ദ വേ ഹി ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്താ? അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഡോക്ടറിനോട് എന്തുണ്ടാവും? ഐ വിൽ ബി ഹാവിങ് ദാറ്റ് മച്ച് കെയർ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്തായാലും എന്താണ്? ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. എന്തൊക്കെയാണ് നമ്മൾ എഴുതിയത്? നമ്മൾ ആദ്യം ഡയറി എഴുതുന്ന സമയത്ത് ബോക്സ് കാര്യങ്ങൾ വരച്ചു, ഡേ, ഡേറ്റ്, ടൈം എല്ലാം എഴുതി. ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ്. ടുഡേ വാസ് എ ഡേ ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഐ മെറ്റ് ദ ഡോക്ടർ ആൻഡ് ഐ can truly say that he has helped me in the ways I never imagined. എന്നെ ശരിക്കും ഞാൻ പോലും വിശ്വസിക്കാത്ത രീതിയിൽ, ഞാൻ പോലും എന്താ, I have never even imagined that this much a doctor can do help for me. എന്നെ ഇത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പോലും ഇമാജിൻ ചെയ്തില്ല. When I walked into the office, I was filled with worry about doubt. ഓക്കെ, എന്താ? When I walked into his office, I was filled with worry about the doubt. ഞാൻ ഓഫീസിലോട്ട്, അതായത് ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് I was fully confused. Okay, but his words and the reassure gave me hope. പക്ഷേ എന്ത് ചെയ്തു? ഈ ഒരു reassure എനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ തന്നിരുന്നു. He listened to me with such patience, understanding every fear and concern I have. എനിക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്ത് എന്നെ പുതിയൊരു വ്യക്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡോക്ടർ ഹെൽപ്പ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യനും കൂടിയുള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആയിട്ടോ. Then he didn't just
treat my illness, he gave me a new perspective of life. എന്താ ശരിക്കും എന്നെ ട്രീറ്റ് ചെയ്യുകയല്ല ചെയ്തത്, എൻ്റെ ലൈഫിന് തന്നെ പുതിയൊരു പെർസ്പെക്റ്റീവ് വ്യൂ കൊണ്ടുവരികയാണ് ചെയ്തത്. He has created a new perspective view for the life. Then he gave me a new perspective of life. His encouragement, his wisdom and his unwavering support have given me the strength to keep going on. അതേപോലെ തന്നെ ഈ ഒരു ഡോക്ടറിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും എന്ത് ചെയ്യാൻ പറ്റിയത്, മുന്നോട്ട് പോകാനായിട്ട് പറ്റിയത്. Then I can't thank him enough. എനിക്ക് എത്ര ടാങ്ക് ചെയ്താലും മതിയാവില്ല. It feel like he has given me second chance. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് എന്താ, ഡോക്ടർ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നു എന്നാണ്. എ ന്യൂ പാത്ത് ഫോർവേഡ്, ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ എന്താ, എനിക്ക് ഒരു പുതിയൊരു ലൈഫ് തന്നെ പ്രൊവൈഡ് ചെയ്തു. Then I will always be grateful for the day, for his help and for the way he has changed my life. ഡോക്ടർ എൻ്റെ ലൈഫ് അത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. I will be always helpful for him. Then അടുത്തത് നോക്കിയേ, write a letter. Just look at the question. Write a letter written by A.J. Cronin to his wife or a friend saying about the incident that had happened about meeting John. എന്താണ്, ജോണിനെ കണ്ടു അതേപോലെ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ. ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ റിട്ടൺ ടു ഹിസ് ഫ്രണ്ട് ഓർ വൈഫ്. ഓക്കെ, സോ നോക്കിയേ എന്താണ് ഒരു ലെറ്റർ എഴുതുന്നതിൻ്റെ ഫോമാറ്റ്. ജസ്റ്റ് ഹൗ വി നീഡ് ടു റൈറ്റ് എ ലെറ്റർ. ഒരു ലെറ്റർ നമ്മൾ എങ്ങനെ എഴുതേണ്ടത് നോക്കിയേ. ഫസ്റ്റ് ഫ്രം അഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ എഴുതും. ഓക്കെ, ഫ്രം അഡ്രസ്, ദെൻ ഡേറ്റ്, ഫ്രം അഡ്രസ് ദെൻ ഡേറ്റ്, ദെൻ വാട്ട്സ് ദ നെക്സ്റ്റ് വൺ, ദെൻ സല്യൂട്ടേഷൻ, ഡിയർ ഫ്രണ്ട്, ദെൻ ബോഡി. പിന്നെ അവസാനം എന്ത് എഴുതും, അറ്റ് ലാസ്റ്റ് വി ക്യാൻ റൈറ്റ് യുവേഴ്സ് ലവിംഗ്ലി, നെയിം ആൻഡ് സിഗ്നേച്ചർ. ഇതാണ് ഇതിൻ്റെ ഫോമാറ്റ്. ദിസ് ഈസ് ദ ഫോമാറ്റ് ഓഫ് എ ലെറ്റർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റ്. ഓക്കെ, നമ്മൾ ലെറ്ററും എന്തിലുണ്ടായിരിക്കണം, എ ലെറ്റർ ഓൾസോ മസ്റ്റ് ബി റിട്ടൺ ഇൻസൈഡ് എ ബോക്സ്. ഒരു ബോക്സിൽ വേണം നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞാലും ഉണ്ടാവേണ്ട കാര്യം. ഓക്കെ, നോക്കിയേ, ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ഡിയർ. അത് കഴിഞ്ഞിട്ട് കണ്ടൻറ്റ് നോക്കിയേ. I must share with you an incident that deeply moved me in of reformed my faith in kindness and selflessness. നോക്കി, ഞാൻ ശരിക്കും ഒരു ഡീപ്പായിട്ടുള്ള എൻ്റെ മൈൻഡിൽ സംഭവിച്ചിട്ടുള്ള, ഞാൻ ഒരാളെ സഹായിച്ചിട്ടുള്ളൊരു കാര്യം നിന്നോട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം. I am going to tell it to you. Then today I had an extraordinary encounter with a man named John, someone I had unknowingly helped many years ago. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ അറിയാതെ ഹെൽപ്പ് ചെയ്തു പോയ ഒരാളെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. ഓക്കെ, എന്താ, ടുഡേ ഐ ഹാഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി എൻകൗണ്ടർ വിത്ത് എ മാൻ നെയ്മഡ് ജോൺ, സമ്മൺ ഐ ഹാഡ് അൺനോയിങ്ലി ഹെൽപ്ഡ് മെനി ഇയേഴ്സ് എഗോ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ ഹെൽപ്പ് ചെയ്ത ഒരാളെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. മെനി ഇയേഴ്സ് ബാക്ക് ആസ് എൻ യങ് ഡോക്ടർ I treated a poor sick boy who had no means to pay his treatment. എന്താ, സ്വന്തം ട്രീറ്റ്മെൻറ്റിന് പോലും പൈസ കൊടുക്കാനില്ലാത്ത ഒരു പൂവർ ആയിട്ടുള്ളൊരു ബോയിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിസ്പൈറ്റ് മൈ ഓൺ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഐ കുഡ് നോട്ട് ടേൺ ഹിം എവേ. ഐ ഡിഡ് വാട്ട് ഐ ഫെൽറ്റ് ഐ വാസ് റൈറ്റ്, ഓഫറിംഗ് ഹിം ഫ്രീ മെഡിക്കൽ കെയർ ആൻഡ് എൻഷുറിംഗ് ഹി റിക്കവേർഡ് അറ്റ് ദ ടൈം. എന്ത് ചെയ്തു, ഞാൻ നല്ല രീതിയിൽ അവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഓൾദോ ഐ വാസ് ഇൻ എ ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ഞാനൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഐ ഹാഡ് ഡൺ വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു ടു ഹിം. അവനോട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നു. ദെൻ അറ്റ് ദാറ്റ് ടൈം ഐ നെവർ തോട്ട് മച്ച് അബൌട്ട് ഇറ്റ്. ആ ഒരു സമയത്തൊന്നും ഞാൻ ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്തില്ല, ഒരുപാടൊന്നും ഞാൻ തിങ്ക് ചെയ്തില്ല. ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ് മച്ച്. This experience had made me realize that the act of goodness, no matter how small, never go to waste. They leave a lasting impact and often return to us in the most beautiful ways. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ത്, this experience had made me realize the act of goodness,
no matter how small, never go to waste. നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഒരു ചേഞ്ചസ് കൊണ്ടുവരും. This experience had made me realize that the act of goodness, no matter how small, never go to waste. ഒരിക്കലും അത് എന്താവില്ല, ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. It will not be waste. They leave a lasting impact and often return to us in the most beautiful ways. അതേപോലെ തന്നെ അവസാനം നമുക്ക് എന്ത് കിട്ടും, നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ആ ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. Then I felt incredibly humble and grateful for this lesson had taught me. അതേപോലെ തന്നെ ശരിക്കും ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തു, I have learned a lesson that how much important, how much good the things had been. എത്ര അടിപൊളിയാണ്, എത്രയും നല്ല കാര്യമാണെന്നുള്ള കാര്യമെല്ലാം ഞാൻ പഠിച്ചു. Then looking forward to see you soon with warm regards, AJ Croning എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ ഒരു ചാപ്റ്റർ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഹിയർ ഇറ്റ്സ് എ സ്മോൾ തിങ്, ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താ നോക്കിയേ, ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഐ മസ്റ്റ് ഷെയർ വിത്ത് യു ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ഡീപ്ലി മൂഡ് മീ ആൻഡ് റിഫൈൻ മൈ ഫെയ്ത്ത് ഇൻ കൈൻഡ്നെസ് ആൻഡ് സെൽഫ്ലെസ്നെസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ടുഡേ ഐ ഹാഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി എൻകൗണ്ടർ വിത്ത് എ മാൻ നെയിംഡ് ജോൺ. ഒരു ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നോക്കി. മെനി ഇയേഴ്സ് ബാക്ക് ആസ് ആൻ യങ് ഡോക്ടർ ഹീസ് ടെല്ലിങ് ദ സ്റ്റോറി. പണ്ട് ഒരു യങ് ഡോക്ടർ ആയിരുന്ന സമയത്ത് എത്രത്തോളം ഞാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. മെനി ഇയേഴ്സ് ബാക്ക് ആസ് എൻ യങ് ഡോക്ടർ ഐ ട്രീറ്റഡ് എ പുവർ സിക്ക് ബോയ് ഹൂ ഹാഡ് നോ മീൻസ് ടു പേ ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ്. സ്വന്തം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോലും ഫണ്ട് ഇല്ലാണ്ടിരുന്ന ആ ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഡിസ്പൈറ്റ് മൈ ഓൺ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഐ കുഡ് നോട്ട് ടേൺ ഹിം എവേ. ഐ ഡിഡ് വാട്ട് ഐ ഫെൽറ്റ് വാസ് റൈറ്റ്. ഞാൻ ശരിക്കും എനിക്ക് എന്താണോ റൈറ്റ് എന്ന് തോന്നിയത് ആ ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ് ദാറ്റ് ടൈം ഐ നെവർ തോട്ട് മച്ച് അബൌട്ട് ഇറ്റ്. നോക്കിയേ, അറ്റ് ദാറ്റ് ടൈം ഐ നെവർ തോട്ട് മച്ച് അബൌട്ട് ഇറ്റ്. ഞാൻ ഒരിക്കലും ഇത്രത്തോളം ആകുമെന്ന് ഒരിക്കലും ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ വിചാരിച്ചിരുന്നില്ല. ദിസ് എക്സ്പീരിയൻസ് ഹാഡ് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് ദ ആക്ട് ഓഫ് ഗുഡ്നെസ് നോ മാറ്റർ ഹൗ സ്മോൾ നെവർ ഗോ വേസ്റ്റ്. എത്ര നമ്മൾ ചെറിയ ആക്ട് ചെയ്യുകയാണെങ്കിലും അതൊരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് എന്ത് ചെയ്തു, ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ആക്ട് വിൽ നെവർ ബിക്കം എ വേസ്റ്റ്. ഓക്കെ, സോ ദേ ലീവ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. എന്ത് ചെയ്തു, ദേ ലീവ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആൻഡ് ഓഫൺ റിട്ടേൺ അസ് ടു ദ ഗ്രേറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാനർ. ഏറ്റവും ബ്യൂട്ടിഫുൾ മാനറായിട്ട് അത് തിരിച്ചു കിട്ടി. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സൂൺ. എത്രയും പെട്ടെന്ന് തിരിച്ച് കാണാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ആ ഒരു ലെറ്റർ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, അടുത്ത് നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റീരിയോ ടൈപ്പ്? ഇത് ഏത് ചാപ്റ്ററത്തെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്? സ്റ്റീരിയോ ടൈപ്പ് റൈറ്റിംഗ്. എന്താ സ്റ്റീരിയോ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നൊരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്ത്, വാട്ട് യു മീൻ ബൈ സ്റ്റീരിയോ ടൈപ്പ് റൈറ്റിംഗ്. ആരാണ് ഈ ഒരു ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എഴുതിയത്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇസ് റിട്ടൺ ബൈ ചിമാൻഡ നഗോഷി അഡിച്ചി എന്ന് പറയുന്ന ഒരു നൈജീരിയൻ റൈറ്റർ. ഇത് ശരിക്കും ഒരു ചാപ്റ്റർ അല്ല, ഇത് എന്താ ഒരു സ്പീച്ചാണ്. ദ വേ ദാറ്റ് ഷീ ഹാസ് ഫേസ്ഡ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റീരിയോ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ക്യാരക്ടർ സ്കെച്ച്. ദെൻ നെക്സ്റ്റ് സെറ്റ് ഈസ് conversation between who? Conversation between roommate and അടിച്ചി. കോൺവെർസേഷൻ ബിറ്റ്വീൻ റൂംമേറ്റ് ആൻഡ് അടിച്ചി. റൂംമേറ്റും അടിച്ചിയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ചോദിക്കാം. ദെൻ പിന്നെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഏതാണ്? പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് why does Archie shock when they visit Fida's family?
ഓക്കെ, ഫിഡയുടെ ഫാമിലി വിസിറ്റ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടായിരുന്നു അവർ ഷോക്കായിരുന്നത്? ഇതുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താ സ്റ്റീരിയോടൈപ്പ് റൈറ്റിംഗ്. സ്റ്റീരിയോടൈപ്പ് റൈറ്റിംഗ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് പോർട്രേറ്റിംഗ് പീപ്പിൾ, കൾച്ചർ ഓർ സിറ്റുവേഷൻ ഇൻ ആൻ ഓവർ സിംപ്ലിഫൈഡ് ആൻഡ് ജനറലൈസ്ഡ് മാനർ. നോക്കിയേ, എന്താ സ്റ്റീരിയോടൈപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്? പോർട്രൈറ്റ് നോക്കിയേ, സ്റ്റീരിയോടൈപ്പ് റൈറ്റിംഗ് refers to the act of portraying people, culture or situation in an over simplified manner. ആൾക്കാരുടെ കോൺസെപ്റ്റിൽ എത്ര ഓവർഫ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ സിംപ്ലിഫൈഡ് മാനറിലാണോ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഹൗ ദ ആക്ട് ഓഫ് പോർട്രേറ്റിംഗ് പീപ്പിൾ, കൾച്ചർ ഓർ സിറ്റുവേഷൻ in an oversimplified and generalized manner, often based on preconvenient notion rather than the individual. Yes, professor's കാഴ്ചപ്പാട്. ഓക്കെ, ഹൈ ലെവൽ ഓഫ് തിങ്കിങ്, ഏറ്റവും ഹൈ ലെവൽ ഓഫ് തിങ്കിങ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. based on preconceived notion rather than individual realities. It reinforces fixed ideas about a group of people without considering diversity. ക്വസ്റ്റ്യൻ ആണല്ലേ പറഞ്ഞത്, പ്രൊഫസേഴ്സ് തിങ്കിങ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അടിച്ച് ഫീൽ സാഡ് വെൻ ഹിയർ അബൌട്ട് the dialogue from professor. She write it in a diary. Write the diary. ഇത് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിനായിട്ട് ഈ ഒരു സെറ്റ് ഓഫ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം? സോ നമ്മളുടെ ക്ലാസ് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് പാർട്ടത്തെ ഒരു സെക്ഷൻ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ഇന്ന് നമ്മളുടെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. സോ ഡോണ്ട് ബി ടെൻസ്ഡ്. എക്സാമിന് എന്ത് ചെയ്യരുത്? ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം എഴുതരുത്. ദ എക്സാം വിൽ ബി ഈസി. നമ്മൾ പഠിക്കുക അല്ലേ? അവർ ഡ്യൂട്ടി ഈസ് ടു ലേൺ. ജസ്റ്റ് ലേൺ ഓൾ ദ പോർഷൻസ്. നമ്മൾ പഠിക്കാനുള്ള സെക്ഷൻ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ജസ്റ്റ് ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് എനി അതർ തിങ്സ്. എക്സാം ടൈറ്റ് ആവുമോ, മോഡൽ ഈസി ആയിരുന്നു, മെയിൻ എക്സാം ടൈറ്റ് ആവുമോ, അങ്ങനെയുള്ള ചിന്താഗതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. എന്ത് ചെയ്യുക? ജസ്റ്റ് ലേൺ അവർ പാർട്ട്. നമ്മുടെ പാർട്ട് നമ്മൾ ക്ലിയർ ആക്കി വയ്ക്കുക. ആൻഡ് ബി ഇൻ എ ഗുഡ് കോൺഫിഡൻറ്റ് ആൻഡ് ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തോടെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. അത് നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് എക്സാം എഴുതുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സാമിന് മുൻപ് ഒരു 2 ക്ലാസ്സുകൾ, ഒരു ഗ്രാമർ സെക്ഷൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അടുത്ത പാർട്ട് 2 ക്ലാസ്സുകൾ കൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. സോ ടിൽ ദെൻ താങ്ക് യു ഓൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.